ഇറ്റലിയിലെ വടക്കേ പർവ്വതനിരകളുടെ ഏകാന്തതയിലേക്ക് പലായനം ചെയ്ത ഒരു ജനം അന്ധകാരയുഗത്തിൽ വെളിച്ചം പകർന്നുകൊണ്ടിരുന്നു. ദൈവം തന്റെ ജനത്തെ വിലയേറിയ സത്യം ഭരമേൽപ്പിക്കുകയും ആരാധനയ്ക്ക് ഇടമൊരുക്കുകയും ചെയ്തു. പലായനം ചെയ്ത വിശുദ്ധന്മാർക്ക് പർവ്വതങ്ങൾ യഹോവയായ ദൈവത്തിന്റെ സുസ്ഥിരമായ നീതിയുടെ പ്രതീകങ്ങളായിരുന്നു. ദൈവത്തിന്റെ സൃഷ്ടിപ്പിൻ ശക്തിക്കും അവന്റെ സംരക്ഷണത്തിന്റെ ഒരിക്കലും പരാജയപ്പെടാത്ത ഉറപ്പിനും തുടർച്ചയായ സാക്ഷിയായിരുന്നു അവർ. ദൈവത്തിന്റെ അനന്തമായ ശക്തിക്കല്ലാതെ ഒരു കരത്തിനും മാറ്റുവാൻ കഴിയാതെ വണ്ണം അവൻ പർവ്വതങ്ങളെ ഉറപ്പിച്ചിരിക്കുന്നു. ഔവണ്ണം സ്വർഗത്തിലെയും ഭൂമിയിലെയും അവന്റെ ഭരണകൂടത്തിന്റെ അടിസ്ഥാനമായ നിയമത്തെ അവൻ സ്ഥാപിച്ചിരിക്കുന്നു. ദീർഘകാലം നീണ്ടുനിന്ന പാപ്പാധികാരം ലോകത്തിൽ മങ്ങലേൽപ്പിച്ചു എങ്കിലും സത്യവെളിച്ചം പൂർണ്ണമായി തുടച്ചു മാറ്റപ്പെട്ടില്ല. ബൈബിൾ മാത്രം വിശ്വാസത്തിന് ആധാരമാക്കിയവരും ശബദിനെ വിശുദ്ധമായി ആചരിച്ചവരും മനുഷ്യർക്കും ദൈവത്തിനു മധ്യേയുള്ള ഏകമധ്യസ്ഥനായ യേശുവിലുള്ള വിശ്വാസം കാത്തവരുമായ ജനം ഓരോ കാലഘട്ടത്തിലും ദൈവത്തിന് സാക്ഷികളായി ഉണ്ടായിരുന്നു. ലോകം ഈ മനുഷ്യരോട് എന്തുമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്ന് പിൻതലമുറ ഒരിക്കലും അറിയുകയില്ല. അസത്യവാദികളെന്ന് മുദ്രകുത്തി പ്രേരണകൾ ചോദ്യം ചെയ്യപ്പെട്ടു, സ്വഭാവം ദുഷിപ്പിക്കപ്പെട്ടു, ലിഖിതങ്ങളെ അടിച്ചമർത്തുകയും തെറ്റിദ്ധരിക്കുകയും അഥവാ വികലമാക്കുകയും ചെയ്തു. എന്നിരുന്നാലും അവർ ഉറച്ചുനിന്നു. കാലാകാലങ്ങളിൽ വരുവാനുള്ള തലമുറയ്ക്ക് വേണ്ടി പരിപാവനമായ അവകാശമായി അവരുടെ വിശ്വാസത്തെ അതിന്റെ പരിശുദ്ധിയിൽ നിലനിർത്തി. വാൽഡൻസിയരായിരുന്നു ദൈവത്തിനു വേണ്ടി നിന്ന ഈ വിശ്വസ്ത സാക്ഷികളിൽ ഒരു കൂട്ടം. റോമിന്റെ ഉപദേശങ്ങൾക്കെതിരെ ഒരു മഹാപർവ്വതമെന്ന വണ്ണം അവരുടെ ഉപദേശങ്ങൾ ഒരന്തരം കാട്ടിയിരുന്നു. ക്രിസ്തുമതത്തിന്റെ സത്യവ്യവസ്ഥയായ ദൈവവചനത്തിന്മേലായിരുന്നു അവരുടെ മതപരമായ വിശ്വാസങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ലോകത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് നിഗൂഢമായ അഭയസ്ഥാനങ്ങളിൽ തങ്ങളുടെ മൃഗക്കൂട്ടങ്ങളും മുന്തിരിത്തോട്ടങ്ങളുമായി ദിനംതോറുമുള്ള ദേഹാധ്വാനത്തിൽ ബന്ധിതരായിരുന്ന വിനീതരായ ആ കർഷകർക്ക് താൽക്കാലിക യുദ്ധവിരാമത്തെയും മതസിദ്ധാന്തങ്ങളെയും വിശ്വാസത്യാഗിയായ സഭയുടെ മതനിന്ദകരെയും എതിർക്കുന്ന ആ സത്യത്തിൽ എത്തിച്ചേരുവാൻ സ്വയമായി കഴിഞ്ഞില്ല. അവരുടെ വിശ്വാസം പുതുതായി ലഭിച്ച ഒന്നായിരുന്നില്ല. പൂർവ്വപിതാക്കന്മാരിൽ നിന്നും പൈതൃകമായി ലഭിച്ചതായിരുന്നു അവരുടെ മതം. വടക്ക് മഞ്ഞു നിറഞ്ഞ പർവ്വതങ്ങളും ആൽപ്സ് പുൽത്തകിടങ്ങളും കൊണ്ട് തികച്ചും വ്യത്യസ്തമായ ഒരു ദേശമായിരുന്നു ഇറ്റലി. തെക്കുഭാഗത്ത് ചെറിയ തോതിൽ മെഡിറ്ററേനിയൻ കാലാവസ്ഥയായിരുന്നു. സമുദ്രങ്ങളുടെ മധ്യേ ഒരു രാജ്ഞി ഇരിക്കുന്നതുപോലെ രാജ്യത്തിന്റെ ഹൃദയഭാഗത്തായിരുന്നു റോം സ്ഥിതി ചെയ്തിരുന്നത്. വടക്ക് വാൽഡൻസിയരുടെ ദേശമായ ആൽപ്സിലെ സഭയായിരുന്നു. പർവ്വതങ്ങളിൽ അതിനെ ആവരണം ചെയ്തുകൊണ്ട് പീഡ്മണ്ട് താഴ്വരകൾ ഭീമാകാരമായ ചക്രത്തിലെ അഴികൾ പോലെ വ്യാപിച്ചു കിടന്നിരുന്നു. നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന അന്ധകാരയുഗത്തിന്റെ സ്വാധീനത്തിൽ വാൽഡൻസിയരുടെ ഉത്ഭവം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. 2-3 നൂറ്റാണ്ടുകളിൽ തെക്കേ ഇറ്റലിയിൽ നിന്നും ആൽപ്സ് താഴ്വരകളിലേക്ക് തുരത്തപ്പെട്ടവരാണ് വാൽഡൻസിയർ എന്ന് അവരുടെ പാരമ്പര്യം പ്രഖ്യാപിക്കുന്നു. നമുക്ക് അജ്ഞാന റോമിന്റെ പുരാതന ക്രിസ്തീയ യുഗത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. നരബാധിച്ച പൗലോസ് അപ്പോസ്തലനെ തടവുകാരനായി റോമിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. റോമിലായിരുന്നപ്പോൾ ചെങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരുന്നെങ്കിലും തന്റെ പഴയ വാടക വീട്ടിൽ 2 വർഷം സാക്ഷീകരിക്കുവാൻ അനുവാദം ലഭിച്ചു. 2 വർഷത്തിനുള്ളിൽ റോമിന്റെ ചക്രവർത്തിയായിരുന്ന നീറോയുടെ സദസ്സിലും ഇറ്റലിയിലുടനീളവും സുവിശേഷം കടക്കുവാൻ അത് വഴിയൊരുക്കി. നീറോ സാത്താന്റെ മുദ്ര വഹിച്ചിരുന്നു. അദ്ദേഹം ക്രൂരനും പക്ഷപാതക്കാരനും ദുഷിച്ചവനും അഴിമതിക്കാരനുമായിരുന്നു.
തന്റെ ഭരണത്തിൻ കീഴിൽ വധശിക്ഷയും കാത്ത് കാരാഗൃഹത്തിന്റെ ഇരുട്ടറയിൽ പൗലോസ് കഴിയുകയായിരുന്നു. കർത്താവിന്റെ ശ്രേഷ്ഠ സാക്ഷികളിൽ ഒരാളായിരുന്ന പൗലോസിനെ നിശബ്ദനാക്കുന്നതിന് അവനെ ശിരച്ഛേദം ചെയ്യുവാൻ നീറോ കൽപ്പന കൊടുത്തു. എന്നിരുന്നാലും പൗലോസിന്റെ സ്വാധീനവും താൻ എഴുതിയ വചനങ്ങളും ഇന്നും ജീവിക്കുന്നു. പൗലോസിന്റെ രക്തസാക്ഷിത്വത്തോടുകൂടി നീറോയുടെ കീഴിൽ ആരംഭിച്ച ക്രിസ്ത്യാനികളുടെ മേലുള്ള പീഡനം അതിന്റെ തീവ്രത കൂടിയും കുറഞ്ഞും നൂറ്റാണ്ടുകളോളം നിലനിന്നു. ക്രിസ്തുവിനെ പിൻപറ്റുന്നതിനു വേണ്ടി അനേകരും അവരുടെ ജീവിതങ്ങളെ മാറ്റിവെക്കുകയും ജനകീയ വെറുപ്പിനും സംശയത്തിനും പാത്രീഭൂതരാകുകയും ചെയ്തു. ചക്രവർത്തിയുടെ എതിരാളികൾ, ഗവൺമെന്റിന്റെ വൈരികൾ, സമൂഹത്തിൽ ഉപദ്രവകാരികൾ എന്നൊക്കെ അവർ എണ്ണപ്പെട്ടു. ഭൂമിയിലെ ദൈവമായി ചക്രവർത്തിയെ അംഗീകരിക്കുകയും വ്യാജദേവന്മാരെ ആരാധിക്കുകയും ചെയ്യാതിരുന്നത് കാരണം വലിയൊരു കൂട്ടം ജനത്തെ കൊലപ്പെടുത്തി. ഉത്സവകാലങ്ങളിലെ അധിക്ഷേപ ആനന്ദമായി പലപ്പോഴും അവരുടെ ശിക്ഷ മാറിയിരുന്നു. ക്രിസ്ത്യാനികളുടെ വധശിക്ഷകൾ ആസ്വദിക്കുവാൻ ജനസമൂഹം തടിച്ചു കൂടിയിരുന്നു. മൃഗങ്ങൾ കടിച്ചു കീറുന്നതിനു വേണ്ടി അവരെ ഭീമാകാരമായ വിനോദ മന്ദിരങ്ങളിൽ ഇട്ടുകൊടുത്തു. ഇത്ര വലിയതും ക്രൂരവുമായ പീഡനങ്ങളിലും ക്രിസ്തുവിനു വേണ്ടിയുള്ള സാക്ഷീകരണം അവരുടെ വിശ്വാസത്തെ ബലപ്പെടുത്തിയിരുന്നു. പീഡിപ്പിക്കപ്പെട്ട ഇവരിൽ അനേകരും 4-ാം നൂറ്റാണ്ടിന്റെ ആരംഭകാലങ്ങളിൽ ഡയോക്ലീഷ്യന്റെ കാലത്ത് വടക്കേ ഇറ്റലിയിലേക്ക് പലായനം ചെയ്തു. പീഡ്മണ്ട് താഴ്വരകളിൽ വാൾഡൻസിയർ താമസമുറപ്പിച്ച താഴ്വര വൂഡ്വ എന്ന് അറിയപ്പെടുവാൻ തുടങ്ങി. ക്രിസ്ത്യാനികളുടെ മേലുള്ള ഈ പീഡനം അതിക്രൂരമായപ്പോൾ റോമിലെ അക്രമവും വർദ്ധിച്ചു. പീഡനങ്ങളുടെ മധ്യത്തിലും ക്രിസ്ത്യാനികൾ വർദ്ധിച്ചുകൊണ്ടിരുന്നത് കാരണം കൈസർമാരുടെ ഈ പീഡനങ്ങൾ പലപ്പോഴും പരാജയത്തിൽ കലാശിക്കുകയാണെന്ന് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മനസ്സിലാക്കി. അദ്ദേഹം തന്റെ സ്വാഭാവികമായ അനുഭവങ്ങളിലൂടെ ക്രിസ്തുമതം സ്വീകരിച്ചിരിക്കുന്നു എന്ന് അഭിമാനിച്ചു. യുദ്ധത്തിനായുള്ള യാത്രാമധ്യേ താൻ ഒരു ശബ്ദം കേട്ടു എന്നും മുകളിലേക്ക് നോക്കിയപ്പോൾ ഒരു കുരിശ് കണ്ടതായും കീഴടക്കുക എന്ന വാക്കുകൾ കേട്ടതായും അവകാശപ്പെട്ടു. എന്നിരുന്നാലും താൻ അജ്ഞാനമായുള്ള ആരാധനാ രീതി തന്നെ തുടർന്നു. കുസ്തന്തീനോസിന്റെ നാമധേയമായ ഈ മാനസാന്തരം വലിയ സന്തോഷം ജനിപ്പിച്ചു. എന്നാൽ ലോകത്തെ ക്രിസ്തുമതത്തിലേക്ക് നയിക്കുന്നതിനു പകരം നീതിയുടെ വേഷം ധരിച്ചുകൊണ്ട് ലോകം സഭയ്ക്കുള്ളിലേക്ക് കടന്നുവന്നു. അപ്രകാരം ക്രിസ്തുമതവും അജ്ഞാനമതവും തമ്മിൽ ഒത്തുചേർന്നു. കർത്താവായ യേശുവിന് ലഭിച്ചതിനേക്കാൾ കുസ്തന്തീനോസിന്റെ ഭക്ത്യാദരവ് ഏറെ ലഭിച്ചത് റോമൻ ചക്രവർത്തിയുടെ അജയ്യമായ ദേവനും സംരക്ഷകനും വഴികാട്ടിയുമായി സാർവത്രികമായി ആരാധിക്കപ്പെട്ടിരുന്ന സൂര്യദേവനായിരുന്നു. കുസ്തന്തീനോസ് ഒരു വശത്തും മറുവശത്ത് അപ്പോളോ ദേവന്റെ മുദ്രണവുമായി ഒരു നാണയം കാണിക്കുന്നു. ക്രിസ്തുമതം സ്വീകരിച്ചു എന്ന് കുസ്തന്തീനോസ് അവകാശപ്പെട്ടപ്പോൾ തലയിൽ നിന്ന് സൂര്യകിരണങ്ങൾ വരുന്നു എന്ന് പലപ്പോഴും ചിത്രീകരിക്കപ്പെട്ട അപ്പോളോ ദേവൻ ക്രിസ്തീയ സഭയുടെ ക്രിസ്തുവിന് പകരമുള്ള ഒരു വിഗ്രഹമായി മാറി. സൂര്യന്റെ മുദ്രണം അജ്ഞാനമതവും ക്രിസ്തുമതവും ഒത്തുചേരുന്ന ശില്പകലയും റോമൻ സഭയിൽ കാണപ്പെടുന്നുണ്ട്. റോമിലെ വത്തിക്കാൻ ശൃംഖലയുടെ കേന്ദ്രഭാഗത്ത് ക്രൂശിനുള്ളിൽ ഒരു ഭീമാകാരമായ സൂര്യചക്രത്തിന്റെ അടയാളമുണ്ട്. ഈ ചക്രത്തിന്റെ മധ്യത്തിലാണ് സൂര്യ ആരാധനയുമായി ബന്ധപ്പെട്ട ഉയരമുള്ളതും 4 വശങ്ങളോട് കൂടിയതുമായ സ്മാരക ശിലാസ്തംഭം. അജ്ഞാനമതങ്ങളിൽ സൂര്യൻ എല്ലായ്പ്പോഴും ജീവന്റെ ഒരു സാദൃശ്യമായിരുന്നു. ഉയർന്നതും 4 വശങ്ങളോട് കൂടിയതുമായ സ്മാരക സ്തംഭം പ്രതിനിധീകരിക്കുന്നത് പ്രത്യുൽപാദനത്തിലെ പുരുഷലിംഗത്തെയാണ്. ആ സൂര്യചക്രം സൂര്യചന്ദ്ര നക്ഷത്രാദികളെ പ്രതിനിധീകരിക്കുന്ന ഒരു ബീജസംയോഗ ചിഹ്നമാണ് അഥവാ സാദൃശ്യമാണ്. ഈ അജ്ഞാന രൂപങ്ങൾ ലോകവ്യാപകമായി ദൈവാലയങ്ങളിൽ കാണപ്പെടുവാൻ കഴിയുന്നു. അതിന്റെ ഉത്ഭവം പൗരാണിക ബാബിലോണിലാണ് കാണപ്പെടുന്നത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ വലിയ ഗോപുരമകുടങ്ങളിൽ നേത്രാകാരമുള്ള ഒന്നിൽ കൂടി സൂര്യകിരണങ്ങൾ പ്രകാശിക്കുവാൻ അനുവദിക്കുന്നു. അതിന്റെ കവാടത്തിനു ചുറ്റും സൂര്യചക്രം കാണപ്പെടുന്നു. സൂര്യനെ പ്രതിനിധാനം ചെയ്യുന്ന ഈ അർദ്ധഗോളാകാരമായ ഗോപുരവും കൺമണിയും റോമിലെ അതിപ്രാചീനമായ വിഗ്രഹാരാധനാ ക്ഷേത്രത്തിന്റെ അഥവാ പാന്തിയോണിന്റെ ഭാഗമായ സൂര്യന്റെ ചിഹ്നമാകുന്നു. അത് BC 27 പൂർത്തീകരിക്കപ്പെടുകയും സർവ്വദേവന്മാർക്കുമായി പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തു. പ്രശസ്ത വ്യക്തികളെ സംസ്കരിക്കുന്ന മണ്ഡപത്തിന്റെ മാതൃകയിൽ രൂപകൽപ്പന ചെയ്യുന്ന പാന്തിയോണിനെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുൻഭാഗത്ത് വയ്ക്കപ്പെട്ടിരുന്ന ശില്പത്തിലെ
പ്രത്യേക ശ്രദ്ധാസഞ്ചയിൽ എല്ലാ അംശത്തിലും പകർത്തപ്പെട്ടിരിക്കുന്നു. ഒരു കാലത്ത് ദേവന്മാരുടെ പ്രതിമകൾ പ്രസ്തുത പാന്തിയോണിലെ കുംഭഗോപുരത്തിന്റെ ഉള്ളിലെ അടിത്തട്ടിൽ വച്ചിരുന്നു. ആളുകൾ പത്രോസിന്റെ ഈ പ്രതിമയെ നമസ്കരിച്ചു പോന്നു. ശരിക്കും അത് പാന്തിയോണിൽ നിന്നെടുത്ത വിഗ്രഹാരാധികളുടെ ദേവനായ ജൂപ്പിറ്ററിന്റെ വിഗ്രഹമായിരുന്നു. ഇത് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ അൾത്താരയുടെ സമീപത്ത് വച്ചിരുന്നു. ഈ മഹത്തായ അൾത്താരയുടെ ഇടതുവശത്തുള്ള ഈ ഭീമാകാരമായ സർപ്പസ്തംഭത്തിലെ മറിയയുടെ പ്രതിമയിൽ സത്യം എന്നർത്ഥം വരുന്ന ലാവറിറ്റ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് റോമൻ സഭയിലെ വിശുദ്ധ മറിയ പറഞ്ഞു. അവരുടെ പാദം ലോകത്തിലും അതിന്റെ മേലുള്ള അധികാരം പ്രദർശിപ്പിച്ചുകൊണ്ട് അവരുടെ കരങ്ങളിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു ദൃശ്യം. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ അവർ അവരുടെ കരങ്ങളിൽ ശിശുവായ യേശുവിനെയല്ല, മറിച്ച് ഒരു സ്വർണ്ണത്തളികയിൽ ഒരു സൂര്യനെയാണ് പിടിച്ചിരിക്കുന്നത്. ബാബിലോണിനെതിരെ സുമേറിമസ് എന്ന് വിളിക്കപ്പെടുന്ന ആദ്യത്തെ രാജ്ഞി സൂര്യദേവന് ജന്മം നൽകി എന്ന് പറഞ്ഞിരിക്കുന്നു. സ്വർഗത്തിന്റെ രാജ്ഞി എന്ന് അവൾ വിളിക്കപ്പെട്ടു. റോമൻ കത്തോലിക്ക സഭ സ്വർഗത്തിന്റെ രാജ്ഞി എന്ന് വിളിക്കുന്ന മറിയയെപ്പോലെ. യേശുവിന്റെ സ്വർഗാരോഹണം കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ഏതാനും നൂറ്റാണ്ടുകളിൽ റോമൻ സഭയിൽ വിശ്വാസത്യാഗം കടന്നുകൂടുന്നത് അവന്റെ വിശ്വസ്തരായ അനുയായികൾ നിരീക്ഷിക്കുകയുണ്ടായി. സഭയും രാഷ്ട്രീയ അധികാരവും ചേർന്ന് മതപരമായ ആചാരങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് കണ്ടപ്പോൾ ഈ വിശ്വാസത്യാഗത്തിൽ നിന്നും വേർപെട്ടിരിക്കേണ്ട ആവശ്യകത അവർക്ക് തോന്നി, അല്ലെങ്കിൽ അതിന്റെ ശിക്ഷ അനുഭവിക്കുക. AD 321 മാർച്ച് 7-ാം തീയതി കുസ്തന്തീനോസ് ഞായറാഴ്ച ആചാരത്തിന്റെ പ്രഥമ നിയമം കൊണ്ടുവന്നു. സൂര്യ ആരാധന ദിവസത്തിൽ പട്ടണവാസികൾ വിശ്രമിക്കണമെന്ന് ഈ നിയമം അനുശാസിച്ചു. സൂര്യ ആരാധന ദിവസം മജിസ്ട്രേറ്റുമാരും പട്ടണത്തിൽ വസിക്കുന്നവരും വിശ്രമിക്കുകയും എല്ലാ പണിശാലകളും അടഞ്ഞുകിടക്കുകയും ചെയ്യട്ടെ. വിത്ത് വിതയ്ക്കുന്നതിനോ മുന്തിരിവള്ളി നടുന്നതിനോ മറ്റൊരു ദിവസം യോഗ്യമല്ലാതെ വരുന്നതുകൊണ്ട് നാട്ടിൻപുറങ്ങളിൽ കൃഷി ചെയ്യുന്നവർക്ക് സ്വതന്ത്രമായും നിയമപരമായും അവരുടെ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകാം. ഈ വക ജോലികൾ അന്ന് മാറ്റിവെച്ചാൽ അതിന്മേലുള്ള സ്വർഗീയ അനുഗ്രഹം നഷ്ടപ്പെട്ടേക്കാം. ആദ്യ നൂറ്റാണ്ടുകളിൽ അപ്പോസ്തലന്മാർ ചെയ്തതുപോലെ ക്രിസ്ത്യാനികളിൽ അധികം പേരും 7-ാം ദിവസമാണ് ദൈവത്തെ ആരാധിച്ചിരുന്നത്. കുസ്തന്തീനോസിന്റെ കൽപ്പന ദിവ്യ അധികാരത്തിന് പകരമാകാതെ വന്നപ്പോൾ രാജകുമാരിയുടെ പ്രീതി തേടിയ റോമിലെ ഒരു ബിഷപ്പായ യൂസീബിയസ് ക്രിസ്തു ശബത്തിന്റെ പരിശുദ്ധിയെ ശനിയാഴ്ചയിൽ നിന്ന് ഞായറാഴ്ചയിലേക്ക് മാറ്റി എന്ന അവകാശവുമായി മുമ്പോട്ട് വന്നു. 7-ാം ദിവസത്തെ തുടർന്നും വിശുദ്ധമായി കാത്തുസൂക്ഷിച്ചവർ സഭയുടെയും രാഷ്ട്രത്തിന്റെയും ശത്രുക്കളെന്ന് എണ്ണപ്പെട്ടു. ബൈബിൾ മാത്രമാണ് തങ്ങളുടെ വിശ്വാസത്തിന്റെ ഏക നിയമം എന്നു കണ്ട വാൽഡൻസികൾ പാപ്പാത്ത സഭയുടെ വിഗ്രഹാരാധനയെ വെറുക്കുകയും അവരുടെ പാരമ്പര്യങ്ങളെയും അവധി ദിവസങ്ങളെയും ഞായറാഴ്ച പോലും തള്ളിക്കളയുകയും ചെയ്തിട്ട് 7-ാം ദിന ശബത്തിനെ വിശുദ്ധമായി ആചരിക്കുകയും അപ്പോസ്തലിക മാതൃകയിലുള്ള സ്നാനം തുടരുകയും ചെയ്തു. ജസ്റ്റീനിയൻ കോൺസ്റ്റാന്റിനോപ്പിളിലെ സിംഹാസനത്തിൽ ആരോഹണം ചെയ്യുകയും 527-ൽ കിഴക്കേ ദേശത്തിന്റെ ചക്രവർത്തിയാകുകയും ചെയ്തു. മൂടുപടമണിഞ്ഞ ഒരു രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. റോമാ സാമ്രാജ്യത്തിൽ മുഴുവനും തന്റെ അധികാരം വ്യാപിപ്പിക്കുന്ന പ്രയത്നത്തിന്റെ ഫലമായി ഈ സമയം കൊണ്ട് വളരെ വിപുലമായി രൂപീകരിക്കപ്പെട്ടിരുന്ന കത്തോലിക്ക സഭയുടെ സഹകരണത്തിന്റെ ആവശ്യകത മനസ്സിലാക്കി 538-ൽ വിജൂലിയോസിനോടൊപ്പം മാർപ്പാപ്പയുടെ ഒരു പുതിയ നിര ആരംഭിച്ചു. ഇപ്പോൾ പോപ്പ് പൂർണ്ണമായും സഭയുടെ മാത്രമല്ല, എന്നാൽ രാഷ്ട്രത്തിലെ എല്ലാ പ്രജകളുടെയും ഭരണാധികാരികളുടെയും വകയാണ്. ജസ്റ്റീനിയൻ പോപ്പിന് എല്ലാ ബിഷപ്പുമാരുടെയും തലവനായിരിക്കുവാനും എല്ലാ മതദ്രോഹികളെയും വിശ്വസനീയവും ഫലപ്രദമായി തിരുത്തുവാനുമുള്ള അധികാരം കൊടുത്തു. അങ്ങനെ 6-ാം നൂറ്റാണ്ടായപ്പോഴേക്കും പാപ്പാത്വം ശക്തി ആർജിച്ചിരുന്നു. അധികാരത്തിന്റെ വിത്ത് പട്ടണങ്ങളിൽ വിതറപ്പെടുകയും റോമിലെ ബിഷപ്പിനെ സഭയുടെ മുഴുവൻ പോപ്പാകുവാൻ കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു. വിഗ്രഹാരാധന പാപ്പാത്വത്തിന് വഴിയൊരുക്കി. 538 മുതൽ 1798 വരെ യൂറോപ്പ് അന്ധകാരത്തിൽ വീണുപോയി. പാപ്പാ ഭരണത്തിന് കീഴിൽ നടമാടിയ ക്രൂരകൃത്യങ്ങൾ ലോകചരിത്രത്തിൽ പീഡിപ്പിക്കുന്ന മഹാശക്തികളിലൊന്നിനെയാണ് വെളിപ്പെടുത്തുന്നത്. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിന്റെ വായ് പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു.
വെളിപ്പാടിലും ദാനിയേലിലും മുൻകൂട്ടി പറയപ്പെട്ടിരിക്കുന്ന 1260 വർഷത്തെ പാപ്പാത്വ പീഡനകാലം ഇപ്പോൾ ആരംഭിച്ചു. അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും കാലം, കാലങ്ങൾ, കാല അംശം അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു. അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായി തുറന്നു. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരവും ലഭിച്ചു. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയൊരു സ്ഥലം അവൾക്കുണ്ട്. ഉയർന്നു നിന്നിരുന്ന പർവ്വതങ്ങളുടെ താഴ്വരകളിൽ വാൽഡൻസികൾ അവരുടെ ഒളിസങ്കേതം കണ്ടെത്തി. 1000 വർഷം അവിടെ അവർ സത്യത്തിന് സാക്ഷ്യം വഹിച്ചു. ദൃശ്യമായ ഒരു സഭയുടെ അഭാവത്തിൽ നൂറ്റാണ്ടുകളോളം പൗരാണിക വിശ്വാസം അവർ കാത്തുസൂക്ഷിച്ചു. ഗുഹകളിൽ ആരാധിക്കുവാൻ നിർബന്ധിതരായി. വാൽഡൻസിയരുടെ ബലം ദൈവവചനത്തിന്മേലായിരുന്നു. അവർക്കുണ്ടായിരുന്ന ഏക വെളിച്ചം ദൈവവചനത്തിന്മേലുള്ള പരിജ്ഞാനം മാത്രമായിരുന്നു. വാൽഡൻസിയരുടെ ശുശ്രൂഷകന്മാരെ അവർ മിഷനറിമാരായി പരിശീലിപ്പിച്ചു. പ്രാഡൽറ്റോറിലെ മലയിടുക്കുകളിൽ എത്തിച്ചേരുവാൻ കഴിയാത്ത ഏകാന്തതയിലെ കൂടാരങ്ങളായിരുന്നു അവരുടെ വിദ്യാലയങ്ങൾ. ലാറ്റിൻ, റോമൻ, ഇറ്റാലിയൻ എന്നീ ഭാഷകളിലുള്ള അവരുടെ പഠനം കഠിനവും നീണ്ടതുമായിരുന്നു. അനേക വർഷത്തെ പഠനത്തിനും വിരമിക്കലിനും ശേഷം അവരുടെ മേൽ കരങ്ങൾ വച്ച് അനുഗ്രഹിക്കുകയും ദൈവവേലയ്ക്കായി സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ശുശ്രൂഷയ്ക്കായി പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ഒരു സുവിശേഷകനായി വേല ചെയ്ത് പരിശീലനം നേടിയിരിക്കണം. യുവ മിഷണറിമാരെ അഭിഷേകം ചെയ്യുന്നതിനും ഓരോ വിദ്യാർത്ഥിയുടെയും പ്രവർത്തനങ്ങളെ അവലോകനം ചെയ്യുന്നതിനും ഇറ്റലിയിലും മറ്റു രാജ്യങ്ങളിലുമുള്ള വിദൂരെയുള്ള സഭകൾ സന്ദർശിക്കുവാൻ മിഷണറിമാരെ തിരഞ്ഞെടുക്കുന്നതിനുമായി ഓരോ വർഷവും സെപ്റ്റംബർ മാസത്തിൽ പാസ്റ്റർമാരെ ഒരുമിച്ച് വിളിക്കുമായിരുന്നു. ഓരോരുത്തരും അവരവരുടെ ഭവനത്തിൽ ഒരു സഭയുടെ ചുമതല എടുക്കുന്നതിന് മുമ്പ് സുവിശേഷ വയൽ പ്രദേശത്ത് 3 വർഷം ശുശ്രൂഷ ചെയ്യണമായിരുന്നു. ഈ സേവനം പാസ്റ്റർമാരുടെ ജീവിതത്തിൽ ആദ്യ പാഠമാകുന്നതിന് ആത്മത്യാഗം ആവശ്യമായിരിക്കുന്നു. ഈ പരിശുദ്ധ വേലയ്ക്ക് അഭിഷേകം പ്രാപിച്ച യുവജനങ്ങൾ ഭൗമിക മഹത്വമോ ധനമോ നേടുന്നതിനു വേണ്ടിയുള്ളവരല്ല. എന്നാൽ അധ്വാനത്തിന്റെയും അപകടത്തിന്റെയും ഒരുപക്ഷെ രക്തസാക്ഷിത്വം തന്നെയും നിറഞ്ഞ ഒരു ജീവിതത്തിനു വേണ്ടിയുമായിരുന്നു. യേശു തന്റെ ശിഷ്യന്മാരെ അയച്ചതുപോലെ ഈ 2 പേരായിട്ടാണ് ഈ മിഷണറിമാർ പോയത്. ഓരോ യുവാവും പ്രവർത്തിച്ചിരുന്നത് തന്റെ പരിശീലനത്തിനും സഹവർത്തിത്വത്തിനും ഉത്തരവാദിയായ മുതിർന്നതും അനുഭവസമ്പന്നനുമായ ഒരാളിന്റെ കൂടെയായിരുന്നു. ആ യുവാവ് അയാളുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും വേണമായിരുന്നു. ഈ സഹപ്രവർത്തകർ എല്ലായ്പ്പോഴും ഒരുമിച്ചായിരിക്കുകയില്ല. എന്നാൽ പ്രാർത്ഥനയ്ക്കും ഉപദേശത്തിനും പലപ്പോഴും ഒരുമിച്ച് കൂടുന്നതിൽ കൂടെ വിശ്വാസത്തിൽ അന്യോന്യം ബലപ്പെടുത്തുമായിരുന്നു. യാതൊന്ന് പരാജയമെന്ന് ഉറപ്പിക്കപ്പെട്ടുവോ അത് അവരുടെ ദൗത്യത്തിന്റെ ലക്ഷ്യമായി അറിയപ്പെട്ടു. അതുകൊണ്ട് അവരുടെ യഥാർത്ഥ സ്വഭാവത്തെ അവർ മറച്ചുപിടിച്ചു. ഓരോ ശുശ്രൂഷകനും എന്തെങ്കിലും കച്ചവടത്തിന്റെയോ തൊഴിലിന്റെയോ പരിജ്ഞാനമുള്ളവരാകുകയും ഒരു ലൗകിക വിളിയുടെ മറവിൽ അവർ അവരുടെ ദൗത്യം നിറവേറ്റുകയും ചെയ്തു. സാധാരണ അവർ തെരഞ്ഞെടുത്തത് കച്ചവടമായിരുന്നു. പട്ട്, ആഭരണങ്ങൾ എന്നു തുടങ്ങി ആ സമയത്ത് എളുപ്പത്തിൽ വാങ്ങിക്കുവാൻ കഴിയാതിരുന്ന സാധനങ്ങൾ വഹിച്ചുകൊണ്ടുപോയപ്പോൾ മിഷണറിമാരായതുകൊണ്ട് തള്ളിക്കളഞ്ഞ സ്ഥാനത്ത് കച്ചവടക്കാർ എന്ന നിലയിൽ സ്വാഗതം ചെയ്യപ്പെട്ടു. സ്വർണത്തെക്കാളും അല്ലെങ്കിൽ മുത്തുകളെക്കാളും വിലയേറിയ നിധിയെ അവതരിപ്പിക്കുവാൻ മതിയായ ജ്ഞാനത്തിനു വേണ്ടി അവരുടെ ഹൃദയത്തെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തിയിരുന്നു. ബൈബിളിന്റെ കൈയെഴുത്തു പ്രതികളും
അവർ രഹസ്യമായി കൂടെ കൊണ്ടുപോയിരുന്നു. എപ്പോൾ ഒരവസരമുണ്ടാകുന്നുവോ അപ്പോൾ അവരുടെ ഇടപാടുകാരുടെ ശ്രദ്ധയെ ഈ കൈയെഴുത്ത് പ്രതിയിലേക്ക് തിരിക്കുമായിരുന്നു. ദൈവവചനം വായിക്കുവാൻ ഒരു താൽപ്പര്യം ജനിക്കുന്നു എന്ന് കാണുമ്പോൾ അതിലെ ചില ഭാഗങ്ങൾ അവരെ ഏൽപ്പിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ദൈവവചനം കേൾക്കുവാൻ താൽപ്പര്യം കാണിച്ചവരോട് അവർ വചനം സംസാരിച്ചിരുന്നു. രണ്ട് മിഷണറിമാരും ഓരോ ദിവസത്തിന്റെയും അവസാനം അവരുടെ മുറികളിലേക്ക് മടങ്ങി വരികയും അന്ന് പകലിൽ ചെയ്ത വേലയുടെ മേൽ ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ഇവർ ഭക്തിയുള്ള മഹാപ്രാർത്ഥനാ യോദ്ധാക്കളായിരുന്നു. പലപ്പോഴും അവർ പിടിക്കപ്പെടുകയും അതിഭയങ്കരമായ കാരാഗൃഹങ്ങളിൽ അടയ്ക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവിടെ അവർ ദൈവത്തിനു വേണ്ടി മഹാവ്യഥ അനുഭവിക്കുകയും സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അനേകരെ ദണ്ഡിപ്പിക്കുകയും പീഡനയന്ത്രത്തിലിടുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്തായിരുന്നു വാൽഡൻസികൾ ദൈവവാഗ്ദത്തങ്ങളെ അവകാശപ്പെട്ടത്. ദണ്ഡനം, ശൈത്യം, പരമദാരിദ്ര്യം, ആൽപ്സ് പർവ്വതങ്ങളിൽ ജീവൻ നഷ്ടപ്പെടൽ എന്നിവയൊക്കെയായിട്ടും അവർ വിശ്വാസത്തെ പരിശുദ്ധമായി കാത്തുസൂക്ഷിച്ചു. ദൈവവചനം ഉപേക്ഷിക്കുകയോ പുരോഹിതന്റെ മുമ്പിൽ പാപം ഏറ്റുപറയുകയോ അവർ ചെയ്തില്ല. തിരുവത്താഴ അപ്പത്തിന് മുമ്പിൽ വണങ്ങിക്കൊണ്ട് അത് ക്രിസ്തുവിന്റെ ശരീരമാണെന്ന് വിശ്വസിക്കുന്നതിനോ പോപ്പിനെ ക്രിസ്തുവിന്റെ പ്രതിപുരുഷനെന്ന് അംഗീകരിക്കുന്നതിനോ കൂട്ടാക്കിയില്ല. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. റോമൻ സഭ പ്രായോഗികമാക്കിയിരുന്ന അന്ധവിശ്വാസങ്ങൾ സഭയുടെ തെറ്റായ ഉപദേശങ്ങളെപ്പറ്റി മനുഷ്യരെ ബോധവാന്മാരാക്കി. മനുഷ്യർ അവരുടെ രക്ഷയ്ക്കു വേണ്ടി തങ്ങളുടെ സ്വന്തം പ്രവൃത്തികളിൽ ആശ്രയിക്കുവാൻ സഭ പഠിപ്പിച്ചു. ദൈവത്തെ ക്രിസ്തുവിനെപ്പോലും പ്രൗഢി നിറഞ്ഞവനും കർക്കശക്കാരനുമായി സഭ ചിത്രീകരിച്ചു. പുരോഹിതനിൽ കൂടെയും പുണ്യവാളന്മാരിൽ കൂടെയും മാത്രമേ ഒരുവന് ക്രിസ്തുവിലേക്ക് വരുവാൻ കഴിയുകയുള്ളൂ എന്നവർ പഠിപ്പിച്ചിരുന്നു. രണ്ട് നവീകരണ കർത്താക്കളെ മറിയ സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളുന്നതിനെയാണ് റോമിലുള്ള ചെയ്സാദൽ ജേസുവിലെ അൾത്താര ചിത്രീകരിക്കുന്നത്. അവർ മാർട്ടിൻ ലൂതറും ജോൺ ഹസ്സുമാണ്. അൾത്താരയ്ക്ക് കീഴിൽ ഒരു ചെറിയ ദൂതൻ ബൈബിളിന്റെ താളുകൾ വലിച്ചു കീറുന്ന ചിത്രം കാണുന്നു. ഇതിന്റെ കൊത്തുപണി 17-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ചെയ്തതാണെങ്കിലും ഇത് കത്തോലിക്ക സഭ 1260 വർഷത്തിലെ ആത്മീയ അന്ധകാരത്തിൽ സ്വീകരിച്ച രീതിയെ വിശദീകരിക്കുന്നു. ഉപദേശങ്ങളെയും ജനത്തിന്റെ അടിമത്വത്തെയും വാൽഡൻസിയർ മനസ്സിലാക്കി. അവർ യഥാർത്ഥ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് മരിച്ച സ്നേഹനിധിയായ യേശുവിനെ ചൂണ്ടിക്കാണിക്കുവാൻ ഈ വിശ്വസ്ത മിഷണറിമാർ സഞ്ചരിച്ചു. ഹൃദയം കൊണ്ട് സത്യസന്ധരായിരുന്നവരെ യേശുവാണ് അവരുടെ യഥാർത്ഥ പുരോഹിതനെന്നും അവർ പാപങ്ങളെ ഏറ്റുപറയേണ്ടത് അവനോട് മാത്രമാണെന്നും അവൻ സകല പാപവും പോക്കി അവരെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണെന്നും പഠിപ്പിച്ചു. അങ്ങനെ അനേകം ഇരുളടഞ്ഞ മനസ്സുകളിലേക്ക് സത്യവെളിച്ചം കടന്നുവന്നു. അവരുടെ ഹൃദയങ്ങളിൽ നീതിസൂര്യൻ രോഗോപശാന്തിയോടെ ഉദിച്ചു. ഇപ്പോൾ അവരുടെ മരണഭയം മാറുകയും മുകളിലേക്ക് നോക്കി ക്രിസ്തുവിനെ പൂർണ്ണമായും സ്വീകരിക്കുവാൻ അവർക്ക് കഴിയുകയും ചെയ്തു. മാനസാന്തരപ്പെട്ട ഇവർ പുതിയ പീഡനങ്ങൾ നേരിടേണ്ടി വന്നു എങ്കിലും അവർ സന്തോഷവും ധൈര്യവും നിറഞ്ഞവരായിരുന്നു. ക്രിസ്തുവിന്റെ മറ്റെല്ലാ അനുയായികളെയും പോലെ അവർ പുതുതായി കണ്ടെത്തിയ സത്യത്തെപ്പറ്റി പറയുകയും അനേകം പേർ വാൽഡൻസ് വിശ്വാസികളോടൊപ്പം ചേരുകയും ചെയ്തു. കാൻഷൻ ആൽപ്സിലെ എല്ലാ വാൽഡൻസികളെയും കൊല ചെയ്യുവാൻ പോപ്പ് ഇന്നസെന്റ് 8-ാമൻ 1488 കൽപ്പന കൊടുത്തു. മാനസാന്തരപ്പെട്ട ഒരുവനും ശേഷിക്കാതെ
ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്ന സകലർക്കുമെതിരെ ഒരു പാപ്പാത്വ വാൾ അഴിച്ചുവിട്ടു. വാൽഡൻസിയർ റോമിന്റെ അധികാരത്തിന് കീഴ്പ്പെടണമെന്ന് റോം ശഠിച്ചു. അവർ റോമൻ സഭയുടെ മാറിടത്തിലേക്ക് വരികയും കത്തോലിക്ക മതം ആശ്ലേഷിക്കുകയും ചെയ്താൽ അവർക്ക് ഒരു ദേഹോപദ്രവവും കൂടാതെ അവരുടെ കുടുംബങ്ങളിലും വസ്തുവകകളിലും സന്തോഷിക്കുവാനും അവരുടെ കുടുംബങ്ങളോടൊപ്പം ജീവിക്കുവാനും കഴിയുമെന്ന് അവരെ അറിയിക്കുന്നതിന് സഭാ ഉദ്യോഗസ്ഥന്മാരെ കയ്യിൽ കൽപ്പനയുമായി അയച്ചു. എന്നാൽ അവർ ഈ ആലോചനയോടൊത്തു പോകുവാൻ കൂട്ടാക്കാതിരുന്നാൽ ഉപദ്രവം ഏൽക്കേണ്ടി വരുമെന്നും മരണം സുനിശ്ചിതവുമായിരിക്കുമെന്നും അറിയിച്ചു. അവരുടെ മതത്തെ ഉപേക്ഷിക്കേണ്ടി വരുന്ന ഓരോ നിർദ്ദേശത്തോടും ഇല്ല എന്ന് അവർ മറുപടി പറഞ്ഞു. റോമിന്റെ മുൻപിൽ കീഴടങ്ങാത്തതുകൊണ്ട് വാൽഡൻസികൾക്കെതിരെ ആക്രമണം അഴിച്ചുവിടാൻ പാപ്പാത്വം ആൽബർട്ട് കറ്റാനിയയെ തെരഞ്ഞെടുത്തു. വാൽഡൻസിയർ താമസിച്ചിരുന്ന എൻഗ്രോനിയ താഴ്വരയുടെ മധ്യകേന്ദ്രത്തിൽ വെച്ച് മാരകമായ പ്രഹരമേൽപ്പിക്കുവാൻ രൂപകൽപ്പന ചെയ്തതായിരുന്നു ആക്രമണ പദ്ധതി. കറ്റാനിയുടെ സൈന്യത്തെ 2 ഭാഗമായി തിരിച്ചു. വഴിയിൽ കണ്ട സകലതിനെയും നശിപ്പിച്ചുകൊണ്ട് എൻഗ്രോനിയ താഴ്വരയിലെ പ്രാഡൽ ടോറിലേക്ക് കറ്റാനിയ തന്നെ ഒരു വിഭാഗത്തെ നയിച്ചു. മറ്റേ വിഭാഗത്തെ ക്രൂരനായ ലാ പാലു നയിച്ച് ഡാഫ്നയുടെ ആൽപ്സിലേക്കെത്തുകയും മുകളിലേക്ക് ഉന്തി ഉയർന്നു നിന്നിരുന്ന പർവ്വതങ്ങളായ വെയിൽസ് ഓഫ് ലൂസിയയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. പാപ്പാത്വ ശക്തികൾ അവരുടെ ദേശത്തേക്ക് കടക്കുന്നത് വാൽഡൻസികൾ നിരീക്ഷിച്ചു. തിടുക്കത്തിൽ അവരുടെ സാധനങ്ങളെടുത്ത് വണ്ടിയിൽ വെച്ച് ആടുമാടുകളെയും ശേഖരിച്ച് താഴ്വരയിൽ നിന്നും പരുപരുത്ത പർവ്വതത്തിന്റെ മുകളിലേക്ക് 6000 അടി ഉയരം വരെ കയറി. ഭീതി അകറ്റുവാൻ അവരുടെ ചുണ്ടുകളിൽ നിന്നും സ്തുതിഗീതങ്ങൾ ഉയർന്നു വന്നു. പകുതി എത്തിയപ്പോൾ ഒരു ഭയങ്കര കിഴുക്കാൻ തൂക്കായ സ്ഥലത്ത് പാറകളുടെ ഒരു തട്ട് കാണപ്പെട്ടു. അവിടെ ആരംഭത്തിൽ ഇടുങ്ങിയതും ഉള്ളിലേക്ക് കടക്കുന്തോറും വിശാലമായതുമായ ഒരു ഗുഹയുണ്ടായിരുന്നു. ആടുമാടുകളെ ഗുഹയുടെ വശങ്ങളിലുള്ള അറകളിലേക്ക് കടത്തിവിട്ടു. അപ്പനമ്മമാരും കുഞ്ഞുങ്ങളും ഗുഹയ്ക്കുള്ളിൽ സ്ഥലം കണ്ടെത്തി. പ്രവേശന കവാടത്തിൽ വലിയ കല്ലുകൾ വച്ച് തടസ്സം സൃഷ്ടിച്ചു. പ്രാപ്തിയുള്ള പുരുഷന്മാരെ കാവൽ നിർത്തി. ഗുഹയിൽ ഇരയുണ്ടെന്ന് മനസ്സിലാക്കിയ ശത്രുക്കൾ മുകൾ ഭാഗത്തുകൂടെ ഗുഹയെ സമീപിച്ചു. കവാടത്തിലേക്ക് തൂങ്ങി നിൽക്കുന്ന കിഴുക്കാൻ തൂക്കിലൂടെ കയറിന്റെ സഹായത്താൽ സൈന്യത്തെ ഇറക്കിവിട്ടു. പാറ കൊണ്ടുള്ള തട്ടിൽ ലാ പാലുവിന്റെ പുരുഷന്മാർ നിലയുറപ്പിച്ചു. വാൽഡൻസികൾ ഗുഹയ്ക്കുള്ളിൽ കഴിയുകയായിരുന്നു. സൈന്യവിഭാഗത്തെ ഗുഹയ്ക്കുള്ളിലേക്ക് അയക്കുന്നതിന് പകരം അവർക്ക് കഴിയുന്നിടത്തോളം വിറക് ശേഖരിച്ചിട്ട് ഗുഹയുടെ പ്രവേശന കവാടത്തിലിട്ട് തീ കത്തിക്കുവാൻ ലാ പാലു തന്റെ ആളുകളോട് കൽപ്പിച്ചു. കറുത്ത പുക അതിഭയങ്കരമായി ഗുഹയ്ക്കുള്ളിൽ കടന്നു. പുക ഗുഹയ്ക്കുള്ളിൽ കടക്കുകയും അകത്തു കഴിഞ്ഞിരുന്ന ദൈവജനത്തിന് ശ്വാസം മുട്ടലുണ്ടാക്കുകയും ചെയ്തപ്പോൾ ഉണ്ടായ അവരുടെ വികാരങ്ങൾ എന്താണെന്ന് ഒരുവന് സങ്കല്പിക്കുവാൻ കഴിയാവുന്നതേയുള്ളൂ. തീർച്ചയായും അവർ ദൈവവാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചു. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിൽ ആക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം. എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. പിന്നീട് ഗുഹ പരിശോധിച്ചപ്പോൾ 400 ശിശുക്കളെ തൊട്ടിലിലും മരണപ്പെട്ട അമ്മമാരുടെ കരങ്ങളിലുമായി മരിച്ച അവസ്ഥയിൽ കാണപ്പെട്ടു. ഈ ഗുഹയ്ക്കുള്ളിൽ എല്ലാവരും കൂടി ആകെ 3000 വാൽഡൻസികൾ മരിച്ചു. ഇത്ര ഭീകരമായ ശിക്ഷ അനുഭവിക്കുന്നതിന് അവർ ചെയ്ത കുറ്റമെന്തായിരുന്നു? അവരുടെ ആശ്വാസത്തിന് ഏക ആധാരമായി ബൈബിളിനെ മാത്രം കൈക്കൊണ്ടതുകൊണ്ടും റോമൻ കത്തോലിക്ക സഭയുടെ പാരമ്പര്യങ്ങളെയും ഉപദേശങ്ങളെയും സ്വീകരിക്കാത്തതുകൊണ്ട് മാത്രം ആയിരുന്നില്ലേ? ലാ പാലു അവരെ നശിപ്പിക്കുന്ന ദൗത്യവുമായി
പെൽവോ പർവ്വതത്തിലേക്ക് പോയപ്പോൾ എൻഗ്രോനിയ താഴ്വരയിലെ വാൽഡൻസികളെ നശിപ്പിക്കുവാൻ കറ്റാനിയ തന്റെ സൈന്യത്തെ വടക്കു പടിഞ്ഞാറുമായി നയിച്ചു. വഴി കണ്ടെത്തുന്നതിന് തന്റെ സൈന്യത്തെ കുന്നിൻപുറങ്ങളിലെ ഇടുങ്ങിയ പാതയിലൂടെ നയിച്ചു. എന്നാൽ തടസ്സങ്ങളില്ല എന്ന് കണ്ടപ്പോൾ എൻഗ്രോനിയ താഴ്വരയിലേക്ക് കറ്റാനിയായും കൂട്ടരും നീങ്ങി. വാൽഡൻസികളുടെ വീടുകളും താഴ്വരകളും ശൂന്യമായി കാണപ്പെട്ടു. താഴ്വരയിലെ ജനം പ്രാഡൽ ടോറിലേക്ക് നീങ്ങിയതായിരിക്കണം എന്ന് കറ്റാനിയ മനസ്സിലാക്കി. കറ്റാനിയായ്ക്കും തന്റെ ഇരയ്ക്കുമിടയിൽ കുത്തനെയുള്ള ഒരു പർവ്വതം താഴ്വരയ്ക്ക് കുറുകെ ഒരു ചുമർ പോലെ നിൽക്കുകയായിരുന്നു. അസ്വാഭാവികമായ ഈ തടസ്സത്തിനു മുന്നിൽ പാപ്പാത്വ സൈന്യം മുമ്പോട്ടുള്ള ഗതി അവസാനിപ്പിക്കുന്നുവെന്ന് തോന്നി. വെളുത്ത പർവ്വത ശിഖരങ്ങൾ അവരുടെ ഇരയ്ക്ക് ചുറ്റുമിരിക്കുന്നത് അവർക്ക് കാണുവാൻ കഴിഞ്ഞു. വളരെ നേരത്തെ അന്വേഷണത്തിന് ശേഷം താഴ്വരയിലേക്കുള്ള ഒറ്റയടിപ്പാത എവിടെയാണെന്ന് കറ്റാനിയ കണ്ടെത്തി. പ്രകൃതിയിലെ ഏതോ പ്രതിഭാസം കാരണം പർവ്വതങ്ങളിൽ ആഴത്തിലുള്ള ഇടുങ്ങിയ വിള്ളലുണ്ടായിരിക്കുന്നതായി കണ്ടു. അവരിൽ ചുരുക്കം പേർ എങ്ങനെ അവിടെ ജീവിക്കുമെന്നറിയാതെ കറ്റാനിയ തന്റെ സൈന്യത്തോട് ഭയാനകമായ ഈ വിള്ളലിനകത്തേക്ക് കടക്കുവാൻ കൽപ്പന കൊടുത്തു. ഈ വിള്ളലിലേക്കുള്ള ഏക വഴി പാറകൾ കൊണ്ടുള്ള പടികൾ മാത്രമായിരുന്നു. ഒന്ന് ഇരിക്കുവാൻ പോലും കഴിയാത്തതും മുന്നിലും പിന്നിലുമായി കഷ്ടിച്ച് 2 പേർക്ക് മാത്രം കടക്കുവാൻ കഴിയുന്നതുമായ ഇടുങ്ങിയ വഴിയുണ്ടായിരുന്നു. വഴിമധ്യേ വിള്ളലിന്റെ അടിത്തട്ടിൽ വെള്ളം ഇരച്ചു കയറുന്ന സ്ഥലമുണ്ടായിരുന്നു. ഈ ഭയാനകമായ സ്ഥലത്തുകൂടിയാണ് പാപ്പാത്വ സൈന്യം ഇപ്പോൾ മാർച്ച് ചെയ്യുന്നത്. ഈ ഇടുക്കിലൂടെ അവർക്ക് പോകുവാൻ കഴിയുന്ന അത്രയും പോയി. ഇപ്പോൾ അവർ പ്രായ്ക്കടുത്ത് എത്തുകയായിരുന്നു. അവരിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഇരകൾക്ക് അസാധ്യമെന്ന് തോന്നി. എന്നാൽ ദൈവം തന്റെ ജനത്തെ നിരീക്ഷിക്കുകയായിരുന്നു. ശത്രു സൈന്യം ഇടുങ്ങിയ പാതയിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ആക്രമണകാരികൾക്ക് അദൃശ്യമായിരുന്നതും എന്നാൽ വാൽഡൻസികൾക്ക് ദൃശ്യമായിരുന്നതുമായ ഒരു മനുഷ്യന്റെ കൈപ്പത്തിയോളം വലിപ്പമുള്ള ഒരു മേഘം പർവ്വതത്തിന് മുകളിൽ ഇറങ്ങുകയും അത് ക്രമേണ വലിപ്പമേറിയതും ഇരുണ്ടതുമായി മാറുകയും ചെയ്തു. ഒരു സമുദ്രത്തിലെ തിരമാല പോലെ ആകാശത്തുനിന്ന് വിള്ളലിനുള്ളിലായിരുന്ന ശത്രുക്കളുടെ മേൽ പതിഞ്ഞ് അവരെ മേൽതൊട്ട് അടിവരെ പൊതിഞ്ഞുകളഞ്ഞു. നിമിഷങ്ങൾ കൊണ്ട് ആ സ്ഥലം ഇരുണ്ടുപോയി. അവർ ഭയപരവശരും ബുദ്ധിമാന്ദ്യമുള്ളവരുമായി മാറി. മുമ്പും പിമ്പും കാണുവാനോ മുന്നോട്ടു പോകുവാനോ കഴിഞ്ഞില്ല. വാൽഡൻസികൾ ഇതിനെ തങ്ങളുടെ മേലുള്ള ദിവ്യ നടത്തിപ്പാണെന്ന് വിശേഷിപ്പിച്ചു. ആക്രമണകാരികളെ എതിർത്ത് നിൽക്കുവാനുള്ള ശക്തി അവർക്ക് ലഭിച്ചു. വലിയ കല്ലുകളും പാറകളും അവർ മലയിടുക്കിലേക്ക് തള്ളിയിട്ടു. പാപ്പാത്വ സൈന്യം അവർ ആയിരുന്ന സ്ഥലത്ത് വെച്ച് തന്നെ ഞെരിക്കപ്പെട്ടു. വാൽഡൻസുകളിൽ ചിലർ മുന്നിൽ നിന്ന് അവരുടെ വാളെടുത്ത് ആക്രമിച്ചു. വൈസ് മൊണ്ടേഹോപ്പിൽ വെച്ച് അവരുടെ അമ്പരപ്പ് അവസാനിച്ചു. അവരെ ഓടിക്കാനായിട്ട് പോയവർ ഭയന്നോടി. വാളിൽ നിന്ന് രക്ഷപ്പെടുന്നതിലും ഭയങ്കരമായിരുന്നു പാറകളുടെ വീഴ്ച. എന്തുകൊണ്ടെന്നാൽ പാറകൾ റോക്കറ്റ് പോലെ താഴേക്ക് വീണു. ചിലർ ചവിട്ടി മെതിക്കപ്പെട്ടതിന്റെ ഫലമായി മരണത്തിനിരയായി. മറ്റുള്ളവർ കിഴുക്കാൻ തൂക്കായ ഇടങ്ങളിലൂടെ ഉരുണ്ടു വീഴുകയും താഴെയുള്ള പാറയിൽ തട്ടി ഞെരിയുകയും ചിലർ ചുഴിയിൽ മുങ്ങുകയും ചെയ്തു. ഇപ്രകാരം ശത്രുക്കൾ നശിപ്പിക്കപ്പെട്ടു. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകന്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോട് അകലെ 1 കാലവും 2 കാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന് അവളുടെ പിന്നാലെ തന്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു. എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണനിന്നു. മഹാസർപ്പം വായിൽ നിന്ന് ചാടിച്ച നദിയെ ഭൂമി വായ് തുറന്ന് വിഴുങ്ങിക്കളഞ്ഞു. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യം ഉള്ളവരുമായി അവരുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു.
അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു. മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിന്റെ ദക്ഷിണഭാഗത്തേക്ക് 3 മിഷണറിമാർ യാത്ര ചെയ്തു എന്ന് പറയപ്പെടുന്നു. ട്രൂബിഡോസ്, ബാർബ്, എല്ലാറ്റിലും ശക്തമായ ബൈബിൾ. ട്രൂബിഡോസ് എന്ന് പറയുന്നവർ വർണ്ണശബളമായ വശത്തുള്ളവരായിരുന്നിരിക്കണം. അവന്റെ വിശുദ്ധ വചനത്തിൽ എഴുതപ്പെട്ടിരുന്നതുപോലെ ദൈവിക സത്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് ഭാരപ്പെടുന്ന മനസ്സോടെ അവർ മധ്യകാലത്തുള്ള ഒരു വീടിനെ സമീപിച്ചു. ആ വീടിന്റെ പടിവാതിലിലേക്ക് ട്രൂബിഡോസ് പ്രവേശിച്ചപ്പോൾ പുറമേയുള്ള ലോകത്തിലെ വാർത്തകൾ കേൾക്കുവാൻ ആകാംക്ഷയോടെ ജനങ്ങൾ കൂടിവന്നു. ശുശ്രൂഷകൻ അവരുടെ സന്തോഷത്തിനായി ഉപകരണം വായിക്കുകയും പാടുകയും ചെയ്തു. സാധാരണ ശുശ്രൂഷകൻ ആ കാലഘട്ടത്തിന്റെ നടത്തിപ്പിന്റെ സ്നേഹഗീതം പാടി. എന്നാൽ വാൾഡൻസ് മിഷണറികൾ പാടിയത് സദാചാരവും ഉപദേശവും അടങ്ങിയ പാട്ടുകളുടെ ഭാഗങ്ങളായിരുന്നു. ജനം ശ്രദ്ധിച്ചപ്പോൾ ഈ പാടുന്ന സുവിശേഷകന്മാരിൽ നിന്ന് കൂടുതൽ കേൾക്കണമെന്ന് വെമ്പൽ കൊണ്ടു. ആരാധനയ്ക്ക് പാത്രമായിട്ടുള്ളത് ദൈവം മാത്രമാണെന്ന് ഈ വാൾഡൻസ് ശുശ്രൂഷകന്മാർ ജനത്തെ പാട്ടിൽ കൂടെ പഠിപ്പിച്ചു. വിശ്വാസത്തിന് ആധാരമായത് ബൈബിൾ മാത്രമാണെന്നും രക്ഷയ്ക്ക് ഏകമാർഗം ക്രിസ്തുവാണെന്നും അവർ പഠിപ്പിച്ചു. ഈ പ്രതിഷ്ഠിക്കപ്പെട്ട ദാസന്മാർ വീടുകൾ തോറും കയറിയിറങ്ങി പാട്ടുകൾ പാടുകയും ദൈവവചനത്തിൽ കണ്ടെത്തിയ വിലയേറിയ സത്യത്തെ പഠിപ്പിക്കുകയും യേശുവിന് സാക്ഷികളാക്കുകയും ചെയ്തു. ബൈബിൾ പരിഭാഷപ്പെടുത്തിയ യൂറോപ്പിലെ ജനങ്ങളുടെ ഇടയിൽ ഒന്നാമത് നിൽക്കുന്നത് വാൾഡൻസുകളാണ്. നവീകരണം ആരംഭിക്കുന്നതിന് 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ബൈബിളിന്റെ കൈയെഴുത്തു പ്രതി പ്രാദേശിക ഭാഷയിൽ അവർ സ്വന്തമാക്കി. മായം ചേർക്കാത്തതും നിർമ്മലവുമായ അപ്പോസ്തലിക വിശ്വാസത്തെ അവർ കാത്തുസൂക്ഷിച്ചു. അവർ വെറുക്കപ്പെടുവാനും പീഡിപ്പിക്കപ്പെടുവാനും ഇത് കാരണമാക്കി. റോമിലെ സഭയെ അവർ വെളിപ്പാട് പുസ്തകത്തിലെ വിശ്വാസത്യാഗിയായ ബാബിലോൺ എന്ന് പ്രഖ്യാപിച്ചു. അവരുടെ ജീവിതത്തിലെ ദുർഘട സമയങ്ങളിൽ ദുഷ്ടതയെ എതിർക്കുന്നതിന് അവർ ധൈര്യത്തോടെ നിന്നു. ദീർഘനാൾ നീണ്ടുനിന്ന പീഡനത്തിന്റെ ഫലമായി ചിലർ അവരുടെ വിശ്വാസം അനുരഞ്ജിപ്പിക്കുകയും അല്പാൽപമായി അതിന്റെ പ്രത്യേകമായ തത്വങ്ങളിൽ വീഴുകയും ചെയ്തപ്പോൾ മറ്റു ചിലർ കാലങ്ങളിലൂടെ ബിംബാരാധന വിഗ്രഹാരാധനയാണെന്ന് അംഗീകരിക്കാത്ത റോമിന്റെ അധികാരത്തെ തിരസ്കരിച്ച വാൾഡൻസികൾ എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു. നിഷ്ഠൂരമായ എതിർപ്പിന്റെ കൊടുങ്കാറ്റിലും അവർ വിശുദ്ധ ശബത് ആചരിക്കുകയും വിശ്വാസം കാത്തുസൂക്ഷിക്കുകയും ചെയ്തു. 1 മുഴം നീളമുള്ള നിരവധി കുന്തങ്ങൾ ഉഗ്രമായി പ്രവഹിക്കപ്പെട്ടപ്പോഴും വെന്തരിക്കപ്പെട്ടപ്പോഴും വാൾഡൻസികൾ ദൈവത്തിന്റെ വചനത്തിനും അവന്റെ ബഹുമതിക്കുമായി കുലുങ്ങാതെ നിലകൊണ്ടു. ഓരോ ക്രൂരകൃത്യത്തിനും പക്ഷപാതപരമായ ചെയ്തികൾക്കും അവരുടെ ശത്രുക്കൾ അവരെ കുറ്റം ചുമത്തി. അവരെ മന്ത്രവാദികളെന്നും കറുത്ത പൂച്ചയുടെ രൂപത്തിൽ ലൂസിഫറിനെ ആരാധിക്കുന്നവരെന്നും വിളിച്ചു. തൊണ്ടയിൽ രോമങ്ങളോടും 4 വരി കറുത്ത പല്ലുകളോടും നെറ്റിയുടെ മധ്യഭാഗത്ത് ഒരു കണ്ണോടും കൂടിയുമാണ് വാൾഡൻസിയുടെ മക്കൾ എല്ലായ്പ്പോഴും ജനിക്കുന്നത് എന്ന് പറയപ്പെട്ടിരുന്നു. ഒരവസരത്തിൽ സവോയിയിലെ പ്രഭു ദീർഘനാളത്തെ പീഡനത്തിനു ശേഷം തന്റെ പ്രജകളായ വാൾഡൻസികളെ സന്ദർശിക്കുകയും ആ അസ്വാഭാവിക കുഞ്ഞുങ്ങളെ കാണണമെന്ന് ആവശ്യപ്പെടുകയും തനിക്ക് കാണുന്നതിന് 2 കണ്ണുകളോടും മുത്തുപോലുള്ള പല്ലുകളോടും റോസാപുഷ്പം പോലെ ഇളം ചുവപ്പ് നിറമുള്ള കവിൾത്തടത്തോടും കൂടിയ കുഞ്ഞുങ്ങളെ കണ്ടപ്പോഴാണ് അവരുടെ വഞ്ചന ബോധ്യമായത്. ജർമ്മനിയിലെ നവോത്ഥാനത്തിന് വളരെ നാളുകൾക്ക് മുമ്പേ വാൾഡൻസികൾ സകലതിനു മേലായി ബൈബിളിനെ സ്നേഹിക്കുന്നവരും സുവിശേഷകരുമായിരുന്നു. സാധാരണക്കാരുടെ ഭാഷയിലേക്ക് ബൈബിൾ പരിഭാഷപ്പെടുത്തുകയും ബൊഹീമിയ, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി എന്നീ വിദേശ രാജ്യങ്ങളിൽ അത് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. വാൾഡൻസികളുടെ സുവിശേഷീകരണ തീഷ്ണതയും ബൈബിൾ സത്യങ്ങൾ പ്രചരിപ്പിച്ചതിലുള്ള ശ്രേഷ്ഠമായ വിജയവും അവർ സഹിക്കേണ്ടി വന്ന ഭയങ്കര പീഡനത്തിൽ കലാശിച്ചു. എന്നിരുന്നാലും ഈ രക്തസാക്ഷികളുടെ രക്തത്തിന് വളരെ വിരളമായി മാത്രമേ സുവിശേഷീകരണ തീഷ്ണതയെ തകർക്കുവാൻ കഴിഞ്ഞുള്ളൂ. ശൈശവകാലം മുതൽ തന്നെ വാൾഡൻസികൾ അവരുടെ യുവജനങ്ങളെ ബൈബിൾ പാഠങ്ങൾ പഠിപ്പിക്കുകയും ദൈവിക കൽപ്പനകളുടെ അവകാശങ്ങളോട് കർശനമായ ആദരവ് കാട്ടുവാൻ പരിശീലിപ്പിക്കുകയും ചെയ്തിരുന്നു. ബൈബിളിന്റെ കൈയെഴുത്തു പ്രതികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ അവരുടെ കുഞ്ഞുങ്ങൾ ബൈബിളിന്റെ വിവിധ ഭാഗങ്ങൾ കാണാതെ പഠിക്കുകയും യുവതി യുവാക്കന്മാർ കൂടുതൽ ഭാഗവും ഓർമ്മയിൽ സൂക്ഷിക്കുകയും ചെയ്തു. രാത്രിയുടെ അന്ധകാരത്തിൽ അവരുടെ ഭവനങ്ങളിൽ രഹസ്യ കൂട്ടായ്മയ്ക്ക് പോകുമ്പോൾ ആരും ശബ്ദം കേൾക്കാതിരിക്കുവാൻ
ചെരുപ്പില്ലാതെയോ അഥവാ ചെരുപ്പ് തുണിയിൽ പൊതിഞ്ഞെടുത്തുകൊണ്ടോ ആണ് പോയിരുന്നത്. ചെറുപ്പക്കാർ സുവിശേഷത്തിന്റെ ഭാഗങ്ങൾ ഉരുവിടുന്നത് കേൾക്കുക അവരുടെ ഒരാനന്ദമായിരുന്നു. ഓരോ പാസ്റ്ററും അവരുടെ മക്കളെയും ആടുമാടുകളെയും തീറ്റിപ്പോറ്റുന്നതിന് എന്തെങ്കിലും തൊഴിൽ കൈവശമാക്കുകയോ വയലിൽ കൃഷി ചെയ്യുകയോ വേണമായിരുന്നു. അച്ചടി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അവരുടെ പണ്ഡിതന്മാർക്ക് വേണ്ടി തിരുവെഴുത്തുകളുടെ വലിയൊരു ഭാഗം പകർത്തിയെഴുതി. അവർ ഭാഷകൾ പഠിപ്പിച്ചു. വിശുദ്ധിയോടെ ജീവിക്കുവാനും സൽപ്രവൃത്തികൾ ചെയ്യുവാനും നിർദ്ദേശിച്ചു. ഓരോരുത്തരും മത്തായിയുടെയും യോഹന്നാന്റെയും സുവിശേഷങ്ങൾ കാണാതെ പഠിക്കണമായിരുന്നു. എന്നാൽ അധികം പേരും പുതിയ നിയമം മുഴുവനും പഴയ നിയമത്തിന്റെ അധിക ഭാഗവും കാണാതെ പഠിച്ചു. കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടിയുള്ള അവരുടെ മിഷണറി യാത്രകളിൽ കണ്ടുമുട്ടുന്നവരോട് പങ്കുവയ്ക്കുവാൻ ഇത് അവരുടെ മനസ്സിലും ഹൃദയങ്ങളിലും സൂക്ഷിച്ചു. ലാ പൗലോയുടെയും കറ്റാനിയുടെ നേതൃത്വത്തിൽ നടന്ന പീഡനത്തിൽ നിന്നും വാൾഡൻസികൾ മോചനം നേടിത്തുടങ്ങിയപ്പോൾ 16-ാം നൂറ്റാണ്ട് ഉദയം ചെയ്തു. സാവോയിലെ പ്രഭു വാൾഡൻസികൾക്ക് അവരുടെ താഴ്വരകളിൽ സുരക്ഷിതത്വം വാഗ്ദത്തം ചെയ്തു. ആ വാഗ്ദത്തത്തെ കാത്തുസൂക്ഷിക്കുന്നത് മൊത്തമായും അദ്ദേഹത്തിന്റെ അധികാരത്തിലല്ലായിരുന്നു. അവരുടെ താഴ്വരകളെ കറ്റാനിയയുടെ കീഴിലുള്ള പടയാളികൾ തോക്കുകൾക്ക് കീഴെ ആക്രമിക്കാതിരിക്കുവാൻ കുരിശു യുദ്ധത്തിലേർപ്പെട്ട അപ്രകാരമുള്ള ഒരു സൈന്യത്തെ സൂക്ഷിക്കുവാൻ അവന് കഴിഞ്ഞു. എന്നാൽ പുരോഹിതന്മാരുടെ ഗൂഢാലോചനകളിൽ നിന്നും അവരെ സംരക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. പ്രഭുവിന്റെ അഭാവത്തിൽ സായുധ സൈന്യവും മതദ്രോഹ കുറ്റവിചാരണക്കാരും മിഷണറിയായി പ്രവർത്തിച്ചിരുന്ന റോമിലെ പുരോഹിതനും ചേർന്ന് കുടിലതന്ത്രങ്ങളിലൂടെ വിശുദ്ധ ഉദ്യോഗങ്ങൾ നിർവഹിച്ചിരുന്നവരെ തട്ടിക്കൊണ്ടുപോകുവാൻ വിശ്വാസികളെ പ്രേരിപ്പിച്ചു. ഈ ശല്യത്തിന് പുറമെ ജീർണിച്ചുകൊണ്ടിരുന്ന വിശുദ്ധിയോട് കൂടുതൽ ദോഷം കൂട്ടിച്ചേർത്തു. അവൻ അനേകം ബാഹ്യമായ കാര്യങ്ങളെ റോമൻ സഭയോട് അനുരൂപമാക്കി സ്ഥാപിക്കുവാൻ ആഗ്രഹിച്ചു. അവരുടെ കച്ചവട രംഗത്തിലെ യാത്രകളിൽ സംരക്ഷിക്കപ്പെടുന്നതിന് താഴ്വരയിലെ പുരോഹിതനിൽ നിന്നും പാപ്പായുടെ ആൾ എന്നുള്ള ഒരു സാക്ഷ്യപത്രം അവർ നേടി. അതിനുള്ള അംഗീകാരം ലഭിക്കുവാൻ റോമാ പള്ളിയിൽ സംബന്ധിക്കേണ്ടതും കുമ്പസരിക്കേണ്ടതും കുർബാന കൈകൊള്ളേണ്ടതും പുരോഹിതന്മാരെ കൊണ്ട് അവരുടെ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തേണ്ടതുമായിരുന്നു. അതേ അവസരത്തിൽ തന്നെ അവർ അവരുടെ വാൾഡൻസി പാസ്റ്ററുടെ പ്രസംഗത്തിൽ സംബന്ധിക്കുന്നത് തുടരുകയും ചെയ്തിരുന്നു. എല്ലാ ചോദ്യങ്ങൾക്കുമുപരി ഈ വഞ്ചന പ്രാവർത്തികമാക്കിയിരുന്ന പുരുഷന്മാരും അവരെ സഹിച്ചുകൊണ്ട് സഭയും വലിയ തോതിൽ അധപ്പതിച്ചു. മൂല്യങ്ങൾ കൊണ്ട് ആ പർവ്വതത്തെ എക്കാലത്തും മൂടിയിരുന്ന ആ പഴയ ദിവ്യത്വം നിർജീവമാകുന്നതായി തോന്നുകയും ഒരല്പസമയം കഴിഞ്ഞ് ആ പർവ്വതങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അതേ സമയത്ത് പ്രൊട്ടസ്റ്റന്റ് നവീകരണം യൂറോപ്പിൽ ആരംഭിക്കുകയായിരുന്നു. യൂറോപ്പിലെ ജനതയുടെ മേൽ എന്ത് അളവ് വരെ റോമിന്റെ നുകം വച്ചു എന്നറിയുവാൻ വാൾഡൻസികൾ ആകാംക്ഷയുള്ളവരായിരുന്നു. ഒരു അന്വേഷണ ദൗത്യവുമായി അവർ ചില പാസ്റ്റർമാരെ സ്വിറ്റ്സർലൻഡിലേക്ക് അയച്ചു. അത് അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അറിയുവാനും ഈ പുതിയ നവീകരണക്കാർ എങ്ങനെ വിശ്വസിക്കുന്നു എന്ന് കാണുന്നതിനും വേണ്ടിയായിരുന്നു. ഒരു സുന്നഹദോസ് വിളിച്ചു കൂട്ടുകയും യൂറോപ്പിലെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇറ്റലിയിലെയും ഫ്രാൻസിലെയും വാൾഡൻസികളുമായി കണ്ടുമുട്ടുകയും ചെയ്തു. 1532 ഒക്ടോബർ 12-ാം തീയതി എൻഗ്രോനിയ താഴ്വരയുടെ ഹൃദയഭാഗമായ ഷോൺപൊറോൻ എന്ന ടൗണിൽ പ്രതിനിധികൾ ഒരുമിച്ചുകൂടി. ഈ കൂടിവരവിന്റെ സമാപനത്തിൽ വാൾഡൻസികളും നവീകരണക്കാരും സമ്മതിച്ച വിശ്വാസത്തിന്റെ ഒരു ഹ്രസ്വ ഏറ്റുപറച്ചിലിൽ അവർ കണ്ടെത്തിയ വസ്തുതകൾ എഴുതി രൂപപ്പെടുത്തുകയും ചെയ്തു. മനുഷ്യന്റെ ധാർമ്മിക കഴിവില്ലായ്മ, നിത്യജീവനിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, ബൈബിളിൽ കൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് പോലെയുള്ള ദൈവഹിതം എന്നിവയാണ് ഈ വസ്തുതകൾ. സ്നാനം, തിരുവത്താഴം എന്നീ 2 കൂദാശകളാണ് ചുമതലയുടെയും ഉപദേശത്തിന്റെയും അളവുകോൽ. റോമിന്റെ തെറ്റുകളെ എതിർത്തിരുന്ന മറ്റുള്ളവരോട് ചേർന്ന് നിൽക്കുവാനുള്ള സന്തോഷത്തിലും ആകാംക്ഷയിലും അന്തിമശേഷിപ്പായ ബൈബിൾ ശബത്ത് നവീകരണകർത്താക്കളുടെ ഞായറാഴ്ച ആരാധനയ്ക്കായി വിട്ടുകൊടുത്തു. അപ്പോഴും അവരുടെ ഇടയിൽ ശേഷിച്ചിരുന്ന ശബദനുസാരികളെ നിശബ്ദരാക്കുകയായിരുന്നു. വാൾഡൻസുകളിൽ ഭൂരിഭാഗവും പാപ്പാത്വ അടിച്ചമർത്തലിനെതിരെ പോരാടുന്നതിനു വേണ്ടി ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകുവാൻ നവീകരണക്കാരോട് ചേർന്നു. ആ സമയം
അണയാറായിരുന്ന വിളക്ക് അതിന്റെ മുൻ പ്രകാശത്തോടെ എരിയുവാൻ തുടങ്ങി. വാൽഡൻസികളുടെ ആത്മാവ് ഉണർത്തപ്പെട്ടു. അവർ പിന്നീട് ആ ഒളിച്ചുകളി പ്രായോഗികമാക്കിയില്ല. പീഡനം ഒഴിവാക്കുവാനായിട്ട് ഭീരുത്വത്തോടുകൂടി മറച്ചുവെക്കലും അവർ ഒഴിവാക്കി. അവരുടെ വിശ്വാസത്തെ ഏറ്റുപറയുവാൻ അവർ പിന്നീട് ഒരിക്കലും ഭയന്നില്ല. ഇവിടം മുതൽ അവർ ഒരിക്കലും പാപ്പാത്വ സഭയിലും കുർബാനയിലും കാണപ്പെട്ടില്ല. റോമിലെ പുരോഹിതനെ ക്രിസ്തുവിന്റെ ശുശ്രൂഷകനായി അംഗീകരിക്കുകയോ ഒരു സാഹചര്യത്തിലും യാതൊരു ആത്മീയ അനുഗ്രഹമോ അവരുടെ കൈകൾ കൊണ്ടുള്ള സേവനമോ സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. വാൽഡൻസികൾ പിതാക്കന്മാർ അവരുടെ രക്തം കൊണ്ട് കാത്തുസൂക്ഷിച്ചതും അവരുടെ പാസ്റ്റർമാർ അധ്വാനിച്ച് കൈയെഴുത്ത് പ്രതികളാക്കി പ്രചരണം ചെയ്തതുമായ ബൈബിൾ അവരുടെ ഉന്നതവും ഏറ്റവും അനുയോജ്യവുമായ സമ്മാനമായി നവീകരണക്കാരുടെ കരങ്ങളിൽ കൊടുത്തു. അവർ ഇപ്പോൾ ഫ്രഞ്ച് ഭാഷയിൽ പരിഭാഷപ്പെടുത്തിയിട്ട് നവീകരണക്കാരുടെ പള്ളികൾക്ക് വേണ്ടി അവരുടെ സ്വന്തം ചെലവിൽ അച്ചടിച്ചു. നവീകരണ സഹോദരന്മാരാൽ ബലപ്പെട്ട് അവരുടെ സഭകൾ വീണ്ടും കെട്ടിപ്പടുക്കുകയും ആരാധനയ്ക്കും ശുശ്രൂഷകൾക്കുമായി പുനഃസ്ഥാപിക്കുകയും ചെയ്തു. പാസ്റ്റർമാർ വർദ്ധിക്കുകയും അവരുടെ ദേശത്ത് സൗജന്യമായി ഒഴുകിയ ജീവജലം പാനം ചെയ്യുന്നതിന് പ്രസംഗങ്ങൾ കേൾക്കുവാൻ ജനം തടിച്ചുകൂടുകയും ചെയ്തു. ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവും ആകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. 1532 നടന്ന സുന്നഹദോസിന് ശേഷം ആൽപ്സിലെ സഭ താരതമ്യേന സമാധാനത്തിന്റെ ഒരു കാലത്തിലായിരുന്നു. ഇത് ഒരു വലിയ ആത്മീയ അഭിവൃദ്ധിയുടെ കാലമായിരുന്നു. എങ്കിലും അവരുടെ തീക്ഷ്ണതയുടെ തിടുക്കം പീഡിപ്പിക്കപ്പെട്ട ഓരോ ബൈബിളിനോടുമുള്ള തീരാ പകയുടെ പ്രകോപനമായി മാറി. മതദ്രോഹ കുറ്റവിചാരണക്കാരുടെയും യമുനിക്ക എന്ന പാപ്പയുടെയും സ്പെയിനിലെയും ഫ്രാൻസിലെയും പ്രതിപുരുഷന്മാരുടെ പൊളീബിയസ് രാജാവിന്റെ ആധിപത്യത്തിന്റെ കാലാവധിയുടെ അന്ത്യത്തെ ചൊല്ലിയുള്ള വിലപേശൽ വരെ വിശ്വസ്തരായ വാൽഡൻസികളുടെ തുടർന്നുള്ള രക്തസാക്ഷിത്വം റോമിനെതിരെ ഒരു സാക്ഷ്യമായി നിലനിന്നു. പീഡ്മണ്ടിലെ ടൊറൈൻ എന്ന സമതലത്തിനും വാൽഡൻസികൾക്കുമെതിരായി അഴിച്ചുവിടപ്പെട്ട ശക്തി സംഭരണത്തിനും കൊടുങ്കാറ്റിനുമെതിരെ പിടിച്ചു നിൽക്കുവാൻ അവന് കഴിഞ്ഞില്ല. 1655 പീഡനം അതിന്റെ അത്യുച്ച കോടിയിലെത്തിയിരുന്നു. അനേകം വാൽഡൻസികളും ഗുഹകളിലും പർവ്വതങ്ങളിലും അവരുടെ ഒളി സങ്കേതമാക്കി. കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ അവരെ പർവ്വതത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോയി കിഴുക്കാൻ തൂക്കായ സ്ഥലങ്ങളിലേക്ക് എറിഞ്ഞുകളഞ്ഞു. കാസ്റ്റലുസോ എന്ന മല ഭയങ്കരമായ ക്രൂരകൃത്യത്തിന്റെ ഒരു സ്ഥലമായിരുന്നു. എത്രയോ പ്രാവശ്യമാണ് പാപം ഏറ്റുപറഞ്ഞവരെ ഭയാനകമായ ചെങ്കുത്തിലെറിഞ്ഞതും അടിവാരത്തിൽ പാറകളുടെ മേൽ വീണതും. ദിവസങ്ങൾ കഴിയുന്തോറും മൃതശരീരങ്ങൾ വർദ്ധിക്കുകയായിരുന്നു. പാസ്റ്റർമാരുടെയും അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ചെറുപ്പക്കാരുടെയും പ്രായം ചെന്നവരുടെയും ശവശരീരങ്ങൾ കാണപ്പെട്ടു. ഈ പർവ്വതത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ദുരന്തമാണ് ന്യൂട്ടന്റെ കൊടുമുടി എന്ന പ്രശസ്തമായ ഈ കാവ്യം. യഹോവേ, കശാപ്പ് ചെയ്യപ്പെട്ട അങ്ങയുടെ വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രതികാരം ചെയ്യണമേ. അവരുടെ അസ്ഥികൾ തണുത്ത ആൽപ്സ് പർവ്വതത്തിൽ ചിതറിക്കിടക്കുന്നു. അങ്ങയുടെ ആട്ടിൻകൂട്ടമായിരുന്ന അവരുടെ തേങ്ങൽ അങ്ങയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുവല്ലോ. അവരുടെ വാസസ്ഥലമായ പീഡ്മണ്ട് രക്തക്കറ പുരണ്ടതും ശിശുവിനെയും വഹിച്ച് അമ്മ താഴേക്ക് പാറക്കെട്ടിലേക്ക് പതിച്ചതും താഴ്വരയുടെ രോദനം മലയിലേക്ക് ഉയർന്നതും അവിടെ നിന്നും സ്വർഗത്തിലേക്ക് അവളുടെ രോദനം ഉയർന്നതും. സത്യത്തിനു വേണ്ടി അനേകരും അവരുടെ ജീവനെ കൊടുത്തു. ആ കാലങ്ങളിൽ ദൈവജനത്തിനെതിരായ പീഡനങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു എന്ന് നമുക്ക് സങ്കല്പിക്കുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. ആ മലമുകളിലേക്ക് കൊണ്ടുപോകപ്പെട്ട ജനത്തിന് അത് എങ്ങനെയായിരുന്നു? സമാധാനത്തോടും ധൈര്യത്തോടും നിത്യജീവന്റെ പ്രത്യാശയോടുമായിരുന്നു ഈ മനുഷ്യർ മരണത്തെ അഭിമുഖീകരിച്ചത് എന്ന് ചരിത്രം വെളിവാക്കുന്നു. ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൻ കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനും ആയ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെയിരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു.
ലോക ചരിത്രത്തിലുടനീളം രക്തസാക്ഷികളുടെ രക്തം പാറകളിൽ വീഴുന്ന ചരിത്രം ആവർത്തിക്കപ്പെടുന്നു. യേശു ക്രൂശിൽ മരിച്ചപ്പോൾ മറ്റൊരു പാറമേൽ രക്തം വീണു. അവൻ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിത്തീർന്നു. രക്തസാക്ഷികളായി മരിച്ച എല്ലാവർക്കും നിത്യജീവനു വേണ്ടി ആ കുഞ്ഞാടിനെ നോക്കുവാൻ കഴിയും. സിംഹാസനത്തിന് മധ്യേയുള്ള അറുക്കപ്പെട്ട കുഞ്ഞാടാണ് മുഴു ബൈബിളിലെയും കേന്ദ്ര ആശയം. വാൾഡൻസികൾ രക്തസാക്ഷിത്വം മരിച്ചപ്പോൾ അവരുടെ കണ്ണ് ഈ കുഞ്ഞാടിന്മേലായിരുന്നു. ദൈവത്തിന്റെ വലിയ രേഖയായ ഗ്രന്ഥത്തിൽ 1685 അപകീർത്തിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വർഷമാകുന്നു. ലൂയി 14 മരണത്തോടടുക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും പാപവും അഴിമതിയും കൊണ്ട് നിറഞ്ഞതായിരുന്നു. മനസാക്ഷിയെ പ്രീണിപ്പിക്കുവാൻ കത്തോലിക്ക പുരോഹിതനെ അന്വേഷിച്ചു. താൻ ചെയ്ത അനേക പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുവാൻ എന്തു നല്ല പ്രവൃത്തിയാണ് ചെയ്യേണ്ടത് എന്ന് ആരാഞ്ഞു. ഫ്രാൻസിൽ നിന്നും താൻ പ്രൊട്ടസ്റ്റാന്റിസത്തെ ഉന്മൂലനം വരുത്തണം എന്നതായിരുന്നു ഉത്തരം. തന്നോട് ആവശ്യപ്പെട്ടതുപോലെ ലൂയി ചെയ്തു. ഫ്രാൻസിനെ പ്രൊട്ടസ്റ്റാന്റിസത്തിൽ നിന്നും ശുദ്ധീകരിക്കുന്നതിനുള്ള രക്തദാഹയുദ്ധത്തിൽ പങ്കുചേരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പുരോഹിതന്മാരുടെ ക്ഷൗരം ചെയ്ത മൗലവിയുടെ മുമ്പിലും റോമിലെ പോപ്പിന്റെ മുമ്പിലും തലകുനിച്ചു. ലൂയി രാജാവ് സാവോയിലെ പ്രഭുവിന് താൻ ഫ്രാൻസിലെ പ്രൊട്ടസ്റ്റന്റുകാരോട് ചെയ്തതുപോലെ വാൾഡൻസികളോടും ചെയ്യണമെന്ന അപേക്ഷയുമായി ഒരു അംബാസഡറെ അയച്ചു. വാൾഡൻസികൾ രാജാവിനോട് സത്യസന്ധതയുള്ളവരായിരുന്നതുകൊണ്ട് അവരോടുണ്ടായിരുന്ന ബഹുമാനവും സ്വാഭാവികമായി പ്രഭു മനുഷ്യത്വമുള്ളവനായിരുന്നത് കാരണം താൻ ലൂയി രാജാവിന്റെ അപേക്ഷ നിരസിച്ചു. എന്നാൽ 14,000 പേർ അടങ്ങുന്ന സൈന്യത്തിന്റെ സഹായത്താൽ അത് ചെയ്ത് താഴ്വരയെ രാജാവിന്റെ കീർത്തിക്ക് വേണ്ടി സൂക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഭീഷണി കത്തയച്ചു. പെട്ടെന്ന് തന്നെ ഫ്രാൻസിലെ രാജാവും പ്രഭുവും തമ്മിൽ ഒരു കരാർ ക്രമീകരിച്ചു. അതിൽ വാൾഡൻസികളെ വേദന കൊണ്ട് ഇല്ലായ്മ ചെയ്യുന്നതിന് പ്രഭുവിന് സായുധ സേനയെ കൊടുത്ത് സഹായിക്കാമെന്ന് ലൂയി വാഗ്ദാനം ചെയ്തു. 1686 ജനുവരി 31 ഈ കൽപ്പനകൾ പുറപ്പെടുവിച്ചു. വാൽഡൻസികൾ ഇനി മുതൽ എല്ലാവിധമായ മതപ്രവർത്തനങ്ങളും എന്നേക്കുമായി നിർത്തിവെക്കുക. മതപരമായ അവരുടെ എല്ലാ കൂടിവരവുകളും നിരോധിച്ചിരിക്കുന്നു. അല്ലാത്തപക്ഷം മരണവും വസ്തുവകകൾ കണ്ടുകെട്ടുന്ന ശിക്ഷയും നൽകുന്നതായിരിക്കും. പൗരാണികമായുണ്ടായിരുന്ന എല്ലാ അവസരങ്ങളും ഇല്ലായ്മ ചെയ്തിരിക്കുന്നു. എല്ലാ പള്ളികളും പ്രാർത്ഥനാലയങ്ങളും ആരാധനയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കെട്ടിടങ്ങളും നിലം പരിശാക്കുക. എല്ലാ പാസ്റ്റർമാരും ഗ്രാമങ്ങളിലെ സ്കൂൾ അധ്യാപകന്മാരും റോമനിസം ആശ്ലേഷിക്കുകയോ 15 ദിവസത്തിനകം രാജ്യം വിടുകയോ ചെയ്യുക. അല്ലാത്തപക്ഷം മരണശിക്ഷയ്ക്ക് വിധിക്കുകയും വസ്തുവകകൾ കണ്ടുകെട്ടുകയും ചെയ്യുന്നതാണ്. പ്രൊട്ടസ്റ്റന്റ് മാതാപിതാക്കൾക്ക് ജനിച്ചതും ജനിക്കാനിരിക്കുന്നതുമായ എല്ലാ കുഞ്ഞുങ്ങളെയും നിർബന്ധമായും റോമൻ കത്തോലിക്കരായി തന്നെ പരിശീലിപ്പിക്കണം. അങ്ങനെ ജനിക്കുവാനിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ജനനം കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കകം പള്ളി ഇടവകയിലേക്ക് കൊണ്ടുവന്ന് റോമൻ കത്തോലിക്കനായി പേരു ചേർക്കണം. ഇല്ലെങ്കിൽ കുട്ടിയുടെ പിതാവ് 5 വർഷം മലയടിവാരങ്ങളിൽ വേല ചെയ്യണം. പാസ്റ്റർമാർ ഇതുവരെ പരസ്യമായി പഠിപ്പിച്ച എല്ലാ ഉപദേശങ്ങളെയും ആണയിട്ട് ത്യജിക്കണം. അല്ലെങ്കിൽ അതിനു മുമ്പ് ജീവിച്ച കാലത്തിന്റെ 1/3 അധികമായി ഒരു അടിമത്തം ഏൽക്കുക. അതിൽ പകുതി അവരുടെ വിധവമാർക്കായിരിക്കും. പീറ്റ്മണ്ടിൽ താമസമുറപ്പിച്ച എല്ലാ വിദേശ പ്രൊട്ടസ്റ്റന്റുകാരും റോമൻ കത്തോലിക്കരാകുകയോ 15 ദിവസത്തിനകം രാജ്യം വിടുകയോ ചെയ്യുക. രാജാവ് തന്റെ മഹത്വമേറിയതും പിതൃതുല്യവുമായ കാരുണ്യത്തിന്റെ ഒരു പ്രത്യേക നടപടി മൂലം ഈ ഇടവേളയിൽ പീറ്റ്മണ്ടിൽ അവർ സമ്പാദിച്ച വസ്തുവകകൾ ഒരു കത്തോലിക്കന് വിൽക്കുന്നതിന് അനുവദിക്കും. ഇത് കത്തിയോടുള്ള പോരാട്ടമായിരുന്നു. ഒന്നുകിൽ കുർബാനയ്ക്ക് പോകുക, അല്ലെങ്കിൽ മരിക്കുക. താഴ്മ ധരിച്ച വാലൻസികൾ 3 പ്രാവശ്യം ടൊറയിന് അപേക്ഷ അയച്ചു. എന്നാൽ ഒരു ഉത്തരവും കിട്ടിയില്ല. 1685 ഒരു സുദിനത്തിൽ ജനം എൻഗ്രോനിയയിലെ പള്ളിയിൽ കൂടിയിരുന്നപ്പോൾ പാസ്റ്റർ അർണോൾഡ് ഈ വണ്ണം പ്രാർത്ഥിച്ചു: കർത്താവായ യേശുവേ, നീ കഷ്ടം സഹിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി മരിക്കുകയും ചെയ്തു.
നിനക്ക് വേണ്ടി കഷ്ടം സഹിക്കുവാനും മരിക്കുവാനും ആവശ്യമായ കൃപ ഞങ്ങൾക്ക് തരണമേ. അന്ത്യത്തോളം വിശ്വസ്തരായിരിക്കുന്നവർ രക്ഷ പ്രാപിക്കും. എന്നോടൊപ്പം ചേർന്ന് പറയുക: എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. 1686 ഏപ്രിൽ 22 ഈ വിധി നിർണായകമായ കൽപ്പന പുറപ്പെടുവിച്ചത്. 1 മാസത്തിനകം താഴ്വരയിലെ ജനത്തെ ഉന്മൂലനാശം വരുത്തണം. 2 സൈന്യത്തിൽ ഒന്നിനെ സേനാധിപനായ കറ്റാനിയായും പീട്ട്മണ്ടുകാരെ സാവോയിലെ ഗബ്രിയേലും നയിച്ച് ജനത്തെ കീഴടക്കി. ചിലരെ ജീവനോടെ അഗ്നിക്കിരയാക്കി. ചിലർ ഓടിപ്പോയി. അനേകരെ മരത്തിൽ തൂക്കിക്കൊന്നു. മറ്റുള്ളവരെ കിഴുക്കാൻ തൂക്കായ സ്ഥലങ്ങളിൽ നിന്നും താഴേക്കെറിഞ്ഞു. ചിലരെ സൈന്യത്തിന്റെ നിന്നാപാത്രമാക്കി. ജനത്തിൽ അധികം പേർക്കും രക്ഷപ്പെടുവാൻ കഴിഞ്ഞില്ല. 42 പുരുഷന്മാരും ഏതാനും സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒരു പർവ്വതത്തിന്റെ മുകളിലെത്തി ഗുഹകളിൽ പാർത്തു. വന്യചെടികളും ചെന്നായ്ക്കളുടെ മാംസവുമായിരുന്നു അവരുടെ ആഹാരം. ശേഷിച്ച 12 മുതൽ 13,000 പേരെ 30 മൈലകലെ ടോറനിലെ കാരാഗൃഹത്തിലേക്ക് കൊണ്ടുപോയി. 1000-ഓളം ശിശുക്കളെ അവരുടെ അമ്മമാരുടെ കൈകളിൽ നിന്നും പിടിച്ചെടുത്ത് കത്തോലിക്ക കുടുംബങ്ങളുടെ ആശ്രമങ്ങളിലാക്കി. ടോറനിലെ കാരാഗൃഹത്തിൽ അടച്ചവരെ ഒന്നിന്റെ പുറത്ത് ഒന്നായി ഇട്ട് ഭക്ഷിക്കുന്നതിന് കറുത്ത അപ്പവും കുടിക്കുന്നതിന് മലിനജലവും കൊടുത്ത് വെറും ഇഷ്ടികപ്പുറത്ത് ഉറങ്ങാൻ നിർബന്ധിച്ചു. അങ്ങനെ വിരതിന്ന് ആയിരക്കണക്കിന് ആളുകൾ കാരാഗൃഹത്തിൽ മരിച്ചു. അവരെ ഇരുട്ടിലെറിയുകയായിരുന്നു. രോഗികൾ വേനൽക്കാലത്തെ ചൂടിലും ശീതകാലത്തിലെ തണുപ്പിലും പെട്ടു മരിച്ചു. ഈ അവസ്ഥയിൽ പുരോഹിതന്മാരും കന്യാസ്ത്രീകളും അവരെ മതപരിവർത്തനം ചെയ്യിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. അവസാനമായി ശേഷിച്ചവരെ സ്വതന്ത്രരാക്കി സ്വിറ്റ്സർലൻഡിലെ ഒരു പർവ്വതത്തിലേക്ക് അവരുടെ അഭയം കണ്ടെത്തുന്നതിന് അയക്കുവാൻ ഒരു കൽപ്പനയുണ്ടായി. പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത കഷ്ടതയ്ക്ക് ശേഷം ശേഷിച്ച വാൾഡൻസികളെ കാരാഗൃഹത്തിൽ നിന്നും കൊടും തണുപ്പിൽ പർവ്വതത്തിലേക്ക് പോകുവാൻ വിട്ടു. ടോറേനിൽ അവർ അനുഭവിച്ച രോഗത്തെയും മാലിന്യത്തെയും എന്തും നല്ലതായിരുന്നു. കാരാഗൃഹം വിടുന്നതിന് എല്ലാവരും അക്ഷമയരായിരുന്നു. ശീതകാലത്ത് ഒരു ദിവസം വൈകുന്നേരം 5 മണിക്കായിരുന്നു കൽപ്പന അവരെ വായിച്ചു കേൾപ്പിച്ചത്. ശക്തി ക്ഷയിച്ചവരും രോഗികളുമായിരുന്ന അവർ രാത്രി തന്നെ ഒരുങ്ങി കീറിപ്പറിഞ്ഞ വസ്ത്രധാരികളായി ഉടൻ തന്നെ യാത്ര തിരിച്ചു. രാത്രിയിൽ 12-13 മൈലുകൾ നടന്നു. കാലാവസ്ഥ അതിശൈത്യമായിരുന്നു. പർവ്വതത്തിന്റെ പാർശ്വത്തിൽ കിടന്നിരുന്ന മരവിച്ച മൃതശരീരങ്ങളെയാണ് പ്രഭാത വെളിച്ചം വെളിപ്പെടുത്തിയത്. വാൾഡൻസികളായ രക്തസാക്ഷികൾ മരണപര്യന്തം അവരുടെ ജീവനെ സ്നേഹിച്ചതുമില്ല. അവർ ജയാളികളായി മരിച്ചു. ജയിച്ചവരുടെ പ്രതിഫലം അവർ പ്രാപിക്കും. മഞ്ഞുകൊണ്ട് മൂടപ്പെട്ട ആ പർവ്വതം മഞ്ഞിനാലുള്ള മേൽവസ്ത്രം കൊണ്ട് അവരെയും മൂടി. എന്നാൽ ശുഭ്രവും വെണ്മയേറിയതും പ്രകാശത്തിൻ്റെതുമായ യേശുവിന്റെ നീതിയിൻ വസ്ത്രം അവർക്ക് ലഭിക്കുമെന്ന് അവർ അറിഞ്ഞിരുന്നു. യേശു ഒരു രക്തസാക്ഷിയായി തീർന്നതുപോലെ വലിയൊരു കൂട്ടം വാൾഡൻസികളും രക്തസാക്ഷികളായി തീർന്നു. ദൈവവാഗ്ദത്തങ്ങൾ അവകാശപ്പെട്ടുകൊണ്ട് അവർ വിശ്വാസത്താൽ മരിച്ചു. മരവിപ്പിക്കുന്ന തണുപ്പും ശക്തിക്ഷയവും മതിയായ വസ്ത്രത്തിന്റെ അഭാവവും കാരണം 100 കണക്കിന് മരണപ്പെട്ടു. 3000 പേർ സ്വിറ്റ്സർലൻഡിലെത്തി. എന്നാൽ ക്ഷീണിച്ചും വിശന്നും പാദങ്ങൾ വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞതുമായ അവസ്ഥയിൽ വെറും അസ്ഥികൂടം പോലെയായിരുന്നു അവർ എത്തിയത്. കരുണയോടും സ്നേഹത്തോടും പ്രശംസയോടും മഹാമനസ്കതയോടും കൂടെയായിരുന്നു ജനം അവരെ സ്വീകരിച്ചത്. അവർക്കിടുവാൻ പെട്ടെന്ന് ചെരുപ്പ് കൊടുത്തു. ശരീരത്തെ സംരക്ഷിക്കുവാൻ കമ്പിളി വസ്ത്രം കൊടുത്തു. സ്നേഹിതരുടെ ഭവനങ്ങളിലേക്ക് അവരെ സന്തോഷപൂർവ്വം കൊണ്ടുപോയി. രക്ഷപ്പെട്ട വാൾഡൻസികൾ അവരുടെ വിടുതൽ കാരണം സന്തോഷിച്ചു. എങ്കിലും സ്വദേശത്തു നിന്നും അവരെ നാടുകടത്തിയത് കാരണം ദുഃഖിതരുമായിരുന്നു. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. താഴ്വരകൾ ശൂന്യാവസ്ഥയിലായി. 100 കണക്കിന് ആളുകൾ നശിച്ചു. വീടുകൾ അഗ്നിക്കിരയായി. പർവ്വതങ്ങൾ ശവശരീരങ്ങൾ കൊണ്ട് നിറഞ്ഞു.
ഏപ്രിൽ 22, 1686 മുതൽ 1689 വരെ പീറ്റ്മണ്ട് താഴ്വരയിൽ ബൈബിൾ വായിക്കപ്പെട്ടില്ല. പാട്ടുപാടുന്നത് കേട്ടില്ല. നിർമ്മല വിശ്വാസത്തിന്റെ പ്രാർത്ഥനകൾ ഉയർന്നതുമില്ല. പീറ്റ്മണ്ട് താഴ്വരയിലെ ഭവനത്തിലേക്കുള്ള വാലൻസികളുടെ മഹത്വമേറിയ തിരിച്ചുവരവിൽ കാണുന്നത് സമർപ്പണത്തിന്റെയും ധൈര്യത്തിന്റെയും രോമാഞ്ചം കൊള്ളിക്കുന്ന കഥയാണ്. 1686 പീഡന സമയത്ത് വാൾഡൻസികളുടെ പാസ്റ്ററായി താഴ്വരയിൽ സേവനം ചെയ്തിരുന്ന ഹെൻറി അർണോൾഡ് തനിക്ക് 40 വയസ്സായിരുന്നപ്പോൾ അവരുടെ ഇടയിലുണ്ടായിരുന്ന 900 പുരുഷന്മാരെ ലെമൺ തടാകത്തിനക്കരെ കടത്തിവിട്ടു. 10 ദിവസത്തെ യുദ്ധത്തിന് ശേഷം സാവോയി പർവ്വതത്തിൽ നിന്നും അവർ അവരുടെ താഴ്വരയുടെ അതിർത്തിയിൽ എത്തിച്ചേർന്നു. ആദ്യത്തെ ടൗണിൽ എത്തിയ ശേഷം അവർ ഒരു സഭയുടെ ചുമതല ഏറ്റെടുക്കുകയും അർണോൾഡിന് പ്രസംഗിക്കുവാൻ വാതിൽ തുറന്നുകൊടുക്കുകയും ചെയ്തു. എന്നാൽ അവരുടെ ശത്രുവായ സാവോയിലെ പട്ടാളം റോമിലെ പട്ടാളത്തോട് ചേർന്ന് വാൾഡൻസികളുടെ സൈന്യത്തിനെതിരെ വരികയും അവരെ തിരിച്ച് പർവ്വതത്തിലേക്ക് ഓടിക്കുകയും ചെയ്തു. 900-നെതിരെ 20,000 പേർ ആയിരുന്നു വന്നത്. ശീതകാലം മുഴുവനും വാൾഡൻസികൾ ഒരു പർവ്വതത്തിന് മുകളിൽ തന്നെത്താൻ സംരക്ഷിച്ചു. ദൈവാധീനത്താൽ ആരും ശേഖരിക്കാത്ത ചോളത്തിന്റെ വിള മഞ്ഞ് മൂടിക്കിടക്കുന്നത് അവർ കണ്ടു. അവർ ഹിമത്താലും കാറ്റിനാലും മഴയാലും മൂടൽ മഞ്ഞിനാലും കഷ്ടമനുഭവിച്ചു. അവരുടെ ശത്രുക്കളുടെ ആക്രമണത്തെ മാസങ്ങളോളം എതിർക്കുവാൻ കഴിഞ്ഞത് ഇവയെല്ലാം അവരുടെ ആജ്ഞയ്ക്ക് അധീനമായിരുന്നെന്ന് തോന്നുന്നു എന്നായിരുന്നു അവരുടെ ശത്രുവായ ഒരു ഉദ്യോഗസ്ഥൻ പ്രസ്താവിച്ചത്. ഇഞ്ചിഞ്ചായി അവരോട് പോരാടിക്കൊണ്ട് പർവ്വതത്തിന്റെ ഏറ്റവും മുകളിലുള്ള ലാബൽ സെഗ്ലിയിലേക്ക് അവർ നഷ്ടപ്പെട്ടു പോകുമെന്ന് ആശിച്ചുകൊണ്ട് ഓടിച്ചു. അവരെ നയിച്ച ക്യാപ്റ്റന്മാരിൽ ഒരാൾ അവരുടെ ശത്രുക്കൾ ഒളിച്ചു വച്ചിരുന്ന തീയുടെ സഹായത്താൽ മലകളുടെ കിഴുക്കാൻ തൂക്കിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു. അന്തിമമായി ഫ്രാൻസിന്റെ ആഗ്രഹത്തെ പരിശോധിക്കുന്നതിന് ജർമ്മനി, ബ്രിട്ടൻ, ഹോളണ്ട്, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു സഖ്യത്തിന് രൂപം കൊടുത്തു. വിക്ടർ അർമഡേവ്സ് സഖ്യത്തിന്റെ പക്ഷത്ത് ചേരുമോ അതോ ഫ്രാൻസിലെ രാജാവിന്റെ പക്ഷത്ത് ചേരുമോ എന്നറിയുവാൻ അദ്ദേഹത്തിന് 3 ദിവസത്തെ സമയം കൊടുത്തു. ലൂയി രാജാവുമായുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ട് സഖ്യത്തോട് ചേരുവാൻ അർമഡേവ്സ് തീരുമാനിച്ചു. തങ്ങളുടെ പരമാധികാരിയോട് വിശ്വസ്തരായിരുന്ന വാലൻസികൾ രാജാവിന്റെ സിംഹാസനത്തിന് ചുറ്റും അണിനിരക്കുവാൻ സർവദാ തയ്യാറായിരുന്നതിനാൽ ആ നിമിഷത്തിൽ തന്നെ പീഡനത്തിനെതിരായി അവർക്കെതിരെ ഉയർന്നിരുന്ന കരങ്ങൾ പിൻവലിക്കപ്പെട്ടു. അവർക്ക് കൊടുക്കുവാൻ തയ്യാറായ സമാധാനത്തെ അവർ സ്വീകരിച്ചു. അവരുടെ പട്ടണങ്ങളും ദേശങ്ങളുമൊക്കെ തിരിച്ചു കിട്ടി. നവീകരണക്കാരുടെ ആരാധനയ്ക്കായി അവരുടെ പള്ളികൾ വീണ്ടും തുറക്കപ്പെട്ടു. അപ്പോഴേക്കും ടോറനിലായിരുന്ന അവരുടെ സഹോദരന്മാർ മോചിക്കപ്പെട്ടു. തിരിച്ചു ഭവനത്തിലേക്ക് വരുന്നതിന് അവരുടെ സ്വദേശികൾക്ക് പാസ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ 3.5 വർഷത്തെ ഭീകരമായ ഇടവേളയ്ക്ക് ശേഷം താഴ്വരകളെല്ലാം അവരുടെ പൗരാണിക വർഗത്തെക്കൊണ്ടും ദേശം പൗരാണിക ഗീതങ്ങളാലും നിറഞ്ഞു. വാൾഡൻസികൾക്ക് അവരുടെ ദേശവും ചില പദവികളും തിരികെ കൊടുത്തു എങ്കിലും പൗരാവകാശം കൂടാതെ പർവ്വതങ്ങളിൽ അവർ അടയ്ക്കപ്പെട്ടിരുന്നു. അവർ വിദേശികളെന്നും ഇറ്റലിയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരെന്നും എണ്ണപ്പെട്ടു. പഠിച്ച ഒരു തൊഴിൽ പരിശീലിക്കുന്നതിനോ ഇറ്റലിയിലെ സർവകലാശാലയിൽ ഒരു കോഴ്സ് തുടർന്ന് പഠിക്കുന്നതിനോ താഴ്വരയ്ക്ക് പുറത്ത് അവരുടെ വിശ്വാസമനുസരിച്ച് ആരാധിക്കുന്നതിനോ അനുവാദമില്ലായിരുന്നു. 1848 വരെ വാൾഡൻസികൾക്ക് പൂർണ്ണ പൗരാവകാശവും സ്വാതന്ത്ര്യവും കൊടുത്തിരുന്നില്ല. പീഡനത്തിന്റെ വർഷങ്ങളും ഇറ്റാലിയൻ ഗവൺമെന്റുമായിട്ട് നയതന്ത്രപരമായ കൂടിയാലോചനയും അവരുടെ കാൽവിരലിന് കീഴിലായി. അവരുടെ അപ്പോസ്തലികമായിട്ടുള്ള പൈതൃകത്തിലധികവും നഷ്ടമായി. വിശ്വാസങ്ങളിൽ പലതും അനുരഞ്ജിക്കപ്പെട്ടു. ദൈവവചനത്തിലുള്ള പൂർണ്ണ ആശ്രയം പാരമ്പര്യങ്ങൾക്ക് വഴിമാറിക്കൊടുത്ു. തൽഫലമായി നിർമ്മലവും മായമില്ലാത്തതുമായ സുവിശേഷത്തിന്റെ പ്രചാരണത്തിനായുള്ള തീക്ഷ്ണത നഷ്ടപ്പെട്ടു. 1800-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലും യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിലും പടർന്നുപിടിച്ച സാർവദേശീയ സഭാ ഐക്യത്തിൽ വാൾഡൻസികൾ പെട്ടുപോയി. സ്വാതന്ത്ര്യത്തോടുകൂടിയുള്ള ഒത്തുചേരലിനെ അവർ ആഘോഷിച്ചപ്പോൾ ലോകം മുഴുവനും ക്രിസ്തുവിന്റെ 2ാം വരവിന്റെ ഒരു ഉണർവ് അലയടിച്ചു. ദൈവത്തിന്റെ 10 കൽപ്പന
പ്രത്യേകിച്ച് ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്ന 7-ാം ദിന ശബത്ത് അനുസരിക്കുന്നതിനുള്ള ഒരു വിളിയായിരുന്നു അത്. ശേഷിച്ച വാൾഡൻസികൾ പൗരാണിക അപ്പോസ്തലിക വിശ്വാസത്തെ അനുരഞ്ജിപ്പിക്കുവാൻ കൊടിപിടിച്ചപ്പോൾ പുനരാഗമന പ്രസ്ഥാനത്തിന്റെ വലിയ ഒരു ഉണർവിൽ കൂടെ ദൈവം മറ്റൊരു ജനത്തെ എഴുന്നേൽപ്പിക്കുകയായിരുന്നു. ക്രിസ്തുവിന്റെ 2-ാം വരവ് വിളിച്ചറിയിക്കുവാൻ അനേകം പേർ ഒരുമിച്ച് കൂടുകയായിരുന്നു. 7-ാം ദിന ശബത്ത് അനുസരിച്ചുകൊണ്ടും അവന്റെ എല്ലാ കൽപ്പനകളും മാനിച്ചുകൊണ്ടും ആ വിശ്രമത്തിലേക്ക് കടക്കുന്ന ചങ്ങല അറ്റുപോകാതെ അവർ കാത്തു സൂക്ഷിച്ചു. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യം ഉള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു. ശേഷിപ്പ് ജനം ദൈവത്തിൻ്റെതാണ്. വാൾഡൻസികളെപ്പോലെ അവർ പീഡനം സഹിക്കേണ്ടവരാണ്. വെളിപ്പാട് പുസ്തകത്തിൽ മൃഗം പ്രതിനിധീകരിക്കുന്ന അധികാരത്തിനെതിരെ അവർ മുന്നറിയിപ്പ് കൊടുക്കേണ്ടവരാണ്. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരവും ലഭിച്ചു. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേർ എഴുതിയിട്ടില്ലാത്ത ഭൂവാസികൾ ഒക്കെയും അതിനെ നമസ്കരിക്കും. പാപ്പാത്വത്തിന്റെ ആധിപത്യത്തെ ഒരിക്കൽ അംഗീകരിച്ചിരുന്ന രാഷ്ട്രങ്ങൾ ഇപ്പോൾ പോലും നശിപ്പിക്കപ്പെടുന്നതിൽ നിന്നും വളരെ അകലെയാണ്. അവരുടെ അധികാരത്തിന്റെ പുനഃസ്ഥാപനത്തെപ്പറ്റി പ്രവചനം മുന്നറിയിച്ചിട്ടുണ്ട്. സോവിയറ്റ് യൂണിയന്റെ പതനത്തിലും ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയുടെ കീഴിലും കത്തോലിക്ക ആധിപത്യത്തിന്റെ പ്രത്യുത്ഥാനം മുതൽ ഇത് നിറവേറുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ബാൾട്ടിക് സമുദ്രത്തിനോടുള്ള പോളണ്ട്, ഉക്രൈൻ എന്നീ രാജ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ നിന്നും പാപ്പാത്വ ഉപദേശങ്ങളിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. സർവഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. പ്രൊട്ടസ്റ്റന്റ് ലോകം റോമൻ കത്തോലിസത്തിന് ഇന്ന് കൊടുത്തിരിക്കുന്ന അംഗീകാരം ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. പ്രൊട്ടസ്റ്റന്റുകാർ ഇപ്പോൾ എതിർത്തു നിൽക്കുന്നേയില്ല. റോമിന്റെ പാപ്പാത്വമെന്ന അധർമ്മമൂർത്തിയുമായി രഹസ്യ ആലോചനയ്ക്ക് രൂപം കൊടുത്തുകൊണ്ട് പ്രൊട്ടസ്റ്റാന്റിസത്തിന് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ലോകത്തിന്റെ അന്ത്യത്തോടടുക്കുന്തോറും ഇവയായിരിക്കും ദൈവജനത്തിന്റെ മേലുള്ള അവസാന ആക്രമണം. സാത്താൻ ദൈവജനത്തിനെതിരെ തുറന്നുവിടുന്ന ദുരുപദേശങ്ങൾക്കെതിരെ പോരാടിക്കൊണ്ട് ശേഷിപ്പ് സഭ ഒരുമിച്ച് സത്യത്തിൽ ഉറച്ചു നിൽക്കും. അവർ ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുകയും ദൈവത്തിന്റെ സത്യശബ്ദനെ ആശ്ലേഷിക്കുകയും ചെയ്യും. വെളിപ്പാട് പുസ്തകം 2 സ്ത്രീകളെപ്പറ്റി പരാമർശിക്കുന്നു. ദൈവജനത്തെ സാദൃശീകരിക്കുന്ന കന്യകയായ വിശുദ്ധ സ്ത്രീയെപ്പറ്റി 12-ാം അധ്യായം വിശദീകരിക്കുന്നു. ഒരു വ്യാജ മതവ്യവസ്ഥയായ ദുഷിച്ച സ്ത്രീ അഥവാ ഒരു വേശ്യ സ്ത്രീയെപ്പറ്റി 17-ാം അധ്യായവും വിശദീകരിക്കുന്നു. ധൂമ്രവർണ്ണവും കടും ചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഈ സ്ത്രീ ഇരിക്കുന്നത്. ക്രിസ്തുവിന്റെ അനുയായികളെ അതിക്രൂരമാംവിധം പീഡിപ്പിക്കുകയും വിശുദ്ധന്മാരുടെ രക്തം കുടിക്കുകയും ചെയ്ത ഈ അധികാരം പോലെ ഒരധികാരവും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. അവരുടെ സിദ്ധാന്തങ്ങളെ പിന്തുടരാതിരുന്നവരെയൊക്കെയും എങ്ങനെ ഈ വിശ്വാസത്യാഗ വ്യവസ്ഥ നശിപ്പിച്ചു എന്നതിന് മുഖ്യമായ ഉദാഹരണമാണ് വാൾഡൻസികളുടെ ചരിത്രം. റോമൻ കത്തോലിസത്തിന്റെ തെറ്റുകൾക്കെതിരെ പ്രൊട്ടസ്റ്റന്റ് രാജ്യമായ അമേരിക്ക ഇന്ന് പ്രതികരിക്കുന്നില്ല. മതേതര ഭരണകൂടങ്ങളുമായി ഇന്ന് സഭ യോജിപ്പിലെത്തിക്കൊണ്ടിരിക്കുന്നു. ഇവർ ഒരേ അഭിപ്രായമുള്ളവർ. തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിനു ഏൽപ്പിച്ചു കൊടുക്കുന്നു. ദൈവജനത്തിനു വേണ്ടി ഭാവി എന്താണ് ഒരുക്കിയിരിക്കുന്നത്? പഴയ കാലങ്ങളിലെ പീഡനങ്ങളെയും ക്രൂരകൃത്യങ്ങളെയും മറന്നുകളഞ്ഞു. ചരിത്രത്തിന്റെ ഈ കാലഘട്ടത്തിൽ നമുക്ക് നിശബ്ദരായിരിക്കുവാൻ കഴിയുമോ? വലുതും ഗൗരവതരവുമായ സംഭവങ്ങളാണ് നമുക്ക് ചുറ്റും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധസാധ്യതയും തടവിലാക്കപ്പെടുന്ന അപകട സാധ്യതയും വസ്തുവകകളും ജീവൻ പോലും നഷ്ടപ്പെടുന്ന സംഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്.
മനുഷ്യ നിയമങ്ങളാൽ അസാധുവാക്കപ്പെടുന്ന ദൈവകൽപ്പനകളെ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. പല നൂറ്റാണ്ടുകളോളം പീഡനമനുഭവിച്ചിരുന്ന ദൈവത്തിന്റെ ജനം സഹിഷ്ണുതയോടുകൂടി ഉറച്ചു നിന്നുകൊണ്ട് തങ്ങളുടെ വീണ്ടെടുപ്പുകാരന് അനുയോജ്യമായ ബഹുമാനം അർപ്പിച്ചവരും ആയിരുന്നു. വൈക്ലിഫിന്റെ കാലത്ത് ആരംഭിച്ചതും അനേക രാജ്യങ്ങളിൽ വിതയ്ക്കപ്പെട്ടതും ലൂഥറിന്റെ കാലങ്ങളിൽ വിശാലവും ആഴമേറിയതാക്കപ്പെട്ടതുമായ നവീകരണത്തിന്റെ വിത്തുകൾ ദൈവവചനത്തിനു വേണ്ടിയും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും നിമിത്തം സകല രീതിയിലും കഷ്ടം സഹിക്കുവാൻ ഒരുക്കമുള്ളവർ കാലത്തിന്റെ അന്ത്യത്തിൽ വഹിക്കേണ്ടതാണ്. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഞാൻ അൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും, ആദിയും അന്തവും ആകുന്നു. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും അവന്റെ കൽപ്പന അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ.